ദയവായി തലകളെ വണക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ദൈവമേ, ഈ സമയത്ത് പാപികളായ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ തലകുനിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ തല താഴ്ത്തുന്നു. അവർ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഈ ആളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം ഇതിനകം തന്നെ അതിൻ്റെ അവസാനത്തോടടുത്തിരിക്കുകയാണ്. അങ്ങയുടെ രണ്ടാം വരവിൻ്റെ സമയം അടുത്തു വരികയാണ്. അവർ ഈ ലോകത്തിൽ ഇതുവരെ ജീവിച്ചിരുന്നതിനാൽ അവരുടെ ഹൃദയം ഭക്ഷിക്കുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും വിതയ്ക്കുകയും വീട് പണിയുകയും വിവാഹം കഴിക്കുകയും മറ്റു കാര്യങ്ങളിലും കേന്ദ്രീകരിക്കുകയും ചെയ്തു. തങ്ങളുടെ ആത്മാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചതാണോ എന്നറിയാതെ അജ്ഞേയതയിലാണ് അവർ ജീവിതം നയിച്ചത്. എന്നാൽ ഇപ്പോൾ ബൈബിൾ സത്യമാണെന്നും അങ്ങയുടെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയാണെന്നും ബൈബിളിലെ വാക്കുകളിലൂടെ അവർ മനസ്സിലാക്കി. അവർ ഇപ്പോൾ അങ്ങയുടെ മുൻപിൽ താഴ്മയോടെ തലകുനിക്കുന്നതിനാൽ അവരുടെ ആത്മാക്കളോട് അങ്ങ് കരുണ കാണിക്കണമെന്നും ഇന്ന് അവർക്കായി തുറന്നിരിക്കുന്ന ബൈബിളിലെ വചനങ്ങളിലൂടെ അവർ സത്യം തിരിച്ചറിഞ്ഞ് രക്ഷ പ്രാപിക്കണമെന്നും ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരോട് പറയുന്നത് അവർ കേൾക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വചനത്തിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് യോഹന്നാൻ അധ്യായം 1 തിരിക്കാം. യോഹന്നാൻ അധ്യായം 1. ഞാൻ വാക്യം 1 നിന്ന് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇവിടെ ആദിയിൽ എന്ന് പറയുമ്പോൾ ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് എന്നർത്ഥമാക്കുന്നു. ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവമുണ്ടായിരുന്നു. ദൈവവചനമുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ദൈവം തൻ്റെ വചനത്തിലൂടെ ഈ ലോകത്തെ സൃഷ്ടിച്ചു. കൂടാതെ അവൻ തൻ്റെ ആത്മാവിൻ്റെ വചനത്തിലൂടെ ഈ ലോകത്തിലെ ജനങ്ങൾക്ക് പുതിയ ജീവിതം നൽകുന്നു. ദൈവം വചനത്തിലൂടെ ദൈവപുത്രൻ്റെ ജീവൻ നൽകുന്നു. ദൈവം ഈ ലോകത്തിൽ വചനമായി ഉണ്ടായിരുന്ന മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണ്. ദൈവം വചനമാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇതിനകം ഉൽപ്പത്തി പഠിച്ചു. ഉൽപ്പത്തി 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദാമും അവയും ഈ വാക്കുകൾ അംഗീകരിച്ചിരുന്നെങ്കിൽ അത് അവർക്ക് നിത്യജീവൻ നൽകുമായിരുന്നു. ജീവവൃക്ഷത്തിൻ്റെ ഫലം അവർ ഭക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് നിത്യജീവൻ ലഭിക്കുമായിരുന്നു. എന്നാൽ അവർ ഈ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ചില്ല. അവർ അത് കേട്ടതേയുള്ളൂ. അപ്പോൾ സാത്താൻ എന്ന സർപ്പം വന്ന് പറഞ്ഞു, ആ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കയില്ല. നിങ്ങൾ അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അവനിത് പറഞ്ഞപ്പോൾ ഹവ്വ ഉടനെ അവൻ്റെ വാക്കുകളെ സ്വീകരിച്ചു. അങ്ങനെ അവൾ പഴം കഴിച്ചു. ഇത് മനുഷ്യൻ്റെ മരണത്തിൻ്റെ തുടക്കമായി, അവൻ്റെ പതനത്തിൻ്റെ തുടക്കമായി. അങ്ങനെയെങ്കിൽ ഒരിക്കൽ മനുഷ്യൻ ഈ വിധത്തിൽ പാപത്തിൽ വീണാൽ അവൻ്റെ അവസ്ഥയിൽ നിന്ന് അവനെ എങ്ങനെ രക്ഷിക്കുവാനാകും? ദൈവം തൻ്റെ വചനം ഒരിക്കൽ കൂടി അയച്ചു. ജഡത്തിൽ വന്ന ദൈവവചനമാണ് യേശു. യേശു ദൈവവചനമാണ്. നിങ്ങൾ ദൈവവചനമായ ദൈവപുത്രനായ യേശുവിലേക്ക് നോക്കുകയും അവനിലുള്ള വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ
നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. നമ്മുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കണ്ടെത്താം. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്നർത്ഥം. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. അതിനാൽ ആ പാപത്തിൻ്റെ വില നൽകുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നതാണ് ചോദ്യം. നിങ്ങളുടെ പാപത്തിൻ്റെ വില എങ്ങനെ നൽകുവാനാകും? നിങ്ങൾക്ക് രക്ഷ ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് വില നൽകുവാനുള്ള വഴി നരകത്തിലേക്ക് പോകുക എന്നതാണ്. രക്ഷിക്കപ്പെടാത്ത ആളുകൾ നരകത്തിൽ പോകുകയും അവരുടെ പാപങ്ങൾക്ക് അവിടെ വില നൽകുകയും ചെയ്യുന്നു. എന്നാൽ അവർ ഒരിക്കലും വില കൊടുത്ത് തീർക്കില്ല. എന്നാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് വില കൊടുക്കുവാൻ ഒരു വഴിയുണ്ട്. എബ്രായർ 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. ഇത് പുതിയ നിയമത്തിലാണ്. എബ്രായർ 9:22 വാക്യം. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപത്തിൻ്റെ വില കൊടുക്കുവാനുള്ള വഴി രക്തം ചൊരിയുകയാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതിനർത്ഥം മാപ്പില്ല എന്നാണ്. എന്നാൽ പാപത്തിൻ്റെ വില ലഭിക്കുവാൻ രക്തം ചൊരിയണം. അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നാണ് പറയുന്നത്. പഴയ നിയമകാലത്ത് ദൈവം ഇസ്രായേലർക്ക് അവരുടെ പാപങ്ങളുടെ മോചനത്തിനനുസരിച്ച് അനുസരിക്കുവാൻ കൽപ്പനകൾ നൽകി. ഇത് സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിലെ ഒരു ഫ്ലോർ പ്ലാനാണ്. ഇതാണ് മതിൽ. പ്രധാന കവാടത്തിനുള്ളിൽ തന്നെ യാഗപീഠമുണ്ടായിരുന്നു. ഇവിടെയാണ് യാചകർ കൈകാലുകൾ കഴുകിയത്. ഈ ഭാഗത്തെ വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കുന്നു. ഇവിടെയാണ് സാന്നിധ്യത്തിൻ്റെ അപ്പം പ്രദർശിപ്പിച്ചത്. ഇതാണ് നിലവിളക്ക്. ഇതാണ് ധൂപപീഠം. ഇവിടെ മുകളിൽ അതിപരിശുദ്ധ സ്ഥലമാണ്. ഇവിടെ നിയമപ്പെട്ടകവും കെരൂബുകളും ഉണ്ടായിരുന്നു. ഈ സ്ഥലം ദൈവമുള്ള സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിൽ ഒരാൾ പാപം ചെയ്താൽ അയാൾ ഒരു യാഗമർപ്പിക്കണം. അവൻ ഒരു ആട്ടിൻകുട്ടിയെയോ കാളയോ പുരോഹിതന് കൊടുക്കണം. പുരോഹിതൻ അതിനെ ഇവിടെ യാഗപീഠത്തിൽ ഇറക്കും. എന്നിട്ട് അവൻ മൃഗത്തിൻ്റെ രക്തമെടുത്ത് വിശുദ്ധ സ്ഥലത്തേക്ക് പോയി അവിടെ രക്തം തളിക്കും. പുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ അരികിൽ ചില ചെറിയ സ്വർണ്ണമണികളുണ്ടായിരുന്നു. പുറത്തുള്ളവർ നിശബ്ദമായി ശ്രവിച്ചുകൊണ്ട് കാത്തിരിക്കും. ഈ മണികൾ മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ തങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചതായി അവരറിയും. അവരുടെ പാപത്തിന് അവർ സ്വന്തം രക്തം ചൊരിയണമെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ ദൈവം അവരെ സ്നേഹിച്ചതിനാൽ അവർ സ്വയം രക്തം ചൊരിയണമെന്ന് അവർ ആവശ്യപ്പെട്ടില്ല. പകരം മൃഗത്തിൻ്റെ രക്തം ചൊരിയാൻ അനുവദിച്ചു. തങ്ങളുടെ പാപത്തിൻ്റെ വിലയായി മൃഗത്തിൻ്റെ രക്തം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ തങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ യാഗങ്ങൾ അർപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ചത്. യാഗനിയമങ്ങൾ അങ്ങനെയായിരുന്നു. യാഗങ്ങളെ നിയന്ത്രിക്കുന്ന നിയമത്തിൻ്റെ ഭാഗമായിരുന്നു അവ. വ്യക്തി സ്വന്തം രക്തം ചൊരിയുന്നതിന് പകരം ഒരു മൃഗത്തെ അറുക്കുവാനും ആ മൃഗത്തിൻ്റെ രക്തം വ്യക്തിയുടെ പാപങ്ങൾക്കുള്ള വില നൽകുവാനും ദൈവം അനുവദിച്ചു. എന്നാൽ ഇതെല്ലാം രൂപകമായിരുന്നു. എബ്രായർ 10-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. 1-ാം വാക്യം. ഇത് അടുത്ത അധ്യായമാണ്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചുവരുന്ന അതേ യാഗങ്ങളാൽ അടുത്തുവരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ഇതൊരു നിഴലാണ്. ഇത് യഥാർത്ഥ കാര്യമല്ല. അത് പാപം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. 4-ാമത്തെ വാക്യം നോക്കുക. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്
പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ഇവിടെ പറയുന്നു, മൃഗത്തിൻ്റെ രക്തത്തിനും മനുഷ്യൻ്റെ പാപങ്ങൾക്കും നീക്കുവാൻ കഴിയില്ലെന്ന് ഇവിടെ പറയുന്നു. മൃഗങ്ങൾ ചൊരിയുന്ന രക്തം മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? എന്നാൽ 5-ാം വാക്യം നോക്കുക. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ഒരു മൃഗത്തിൻ്റേതല്ലാത്ത ഒരു ശരീരം തയ്യാറാക്കിയിരിക്കുന്നു. അതിൻ്റെ രക്തം എൻ്റെ സ്ഥാനത്ത് ചൊരിയാം. എൻ്റെ രക്തത്തിൻ്റെ സ്ഥാനത്ത് ഈ രക്തം ചൊരിയാം. ഈ ശരീരം യേശുവിൻ്റെ ശരീരമാണ്. പാപമോചനത്തിനായി രക്തം ചൊരിയണം. ഇസ്രായേലർ ഒരു മൃഗത്തെ അറുക്കുകയും അതിൻ്റെ രക്തം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അത് ഒരു തരം മുൻകരുതൽ മാത്രമായിരുന്നു. അതൊരു രൂപകമായിരുന്നു, യഥാർത്ഥ കാര്യമല്ല. അങ്ങനെ എൻ്റെ പാപങ്ങൾക്കുള്ള വില കൊടുക്കുവാൻ വേണ്ടി രക്തം ചൊരിയേണ്ട ഒരു ശരീരം ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ ശരീരമാണ് യേശു. നമുക്കിപ്പോൾ യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. 29-ാം വാക്യം. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രശ്നം പരിഹരിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടത് ഒരു വാക്യത്തിൽ മാത്രം വിശ്വസിക്കുക എന്നതാണ്. അതുകൊണ്ട് ദൈവവചനം സ്വീകരിക്കുന്നവർ ദൈവങ്ങളായിത്തീരുന്നുവെന്നാണ് പറയുന്നത്. ബൈബിളിൽ നിന്നുള്ള ഈ വാക്കുകൾ നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുമോ അതോ ഇല്ലേ? ഇതാണ് ചോദ്യം. വാക്യം 29, യോഹന്നാൻ അധ്യായം 1 വാക്യം 29. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ, എനിക്ക് വിശേഷം ആവർത്തിക്കുക, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവിടെ പറയുന്നത് നോക്കുക. എന്തുകൊണ്ടാണ് യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചത്? ലോകത്തിൻ്റെ പാപം സ്വയം ഏറ്റെടുക്കുവാനും ആ പാപങ്ങളുടെ വില ചൊരിയുവാനും ദൈവത്തിൻ്റെ കുഞ്ഞാടായി വന്ന യേശു ദൈവം നോക്കിക്കാണുന്നതിന് മുൻപാകെ ഇവിടെ യാഗപീഠത്തിൽ മൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം അർപ്പിച്ചപ്പോൾ പുരോഹിതൻ അർപ്പിച്ച യാഗം ഇവിടെ നോക്കുക. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇവിടെയുള്ള യാഗപീഠം കുരിശിനെ പ്രതിനിധീകരിക്കുന്നു. ഇതാണ് കുരിശ്. എന്തുകൊണ്ടാണ് യേശു ക്രൂശിൽ ചൊരിഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും എല്ലാ പാപങ്ങളും യേശു തൻ്റെ മേൽ ഏറ്റെടുത്തു. ക്രൂശിൽ ആദാമിൻ്റെ പാപങ്ങൾ മുതൽ ലോകത്തിൻ്റെ അവസാന നാളിലെ അവസാനത്തെ വ്യക്തിയുടെ പാപങ്ങൾ വരെയുള്ള എല്ലാ ജനങ്ങളുടെയും എല്ലാ പാപങ്ങളും യേശു സ്വയം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് അവൻ കുരിശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞത്. എന്താണ് ഇതിനർത്ഥം? ഈ രീതിയിൽ അവൻ നിങ്ങളുടെയും എൻ്റെയും പാപങ്ങൾക്ക് വില നൽകുകയായിരുന്നു. അവൻ നമ്മുടെ സ്ഥാനത്ത് പാപത്തിൻ്റെ വില കൊടുത്തു. നമുക്കിപ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഇത് പുതിയ നിയമത്തിലാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 19-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ. ഇവിടെ പറയുന്നത് നോക്കൂ.
ലോകത്തിൻ്റെ ലംഘനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാപങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അവരുടെ പാപങ്ങൾ അവർക്കെതിരെ കണക്കാക്കിയില്ല. അവൻ ആ പാപങ്ങൾ യേശുവിന്മേൽ ചുമത്തുകയായിരുന്നു. ഇപ്പോൾ 21 വാക്യം നോക്കുക. എനിക്ക് ശേഷം ദയവായി ആവർത്തിക്കുക. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇത് നോക്കൂ, യേശുവിന് പാപം അറിയില്ലായിരുന്നു. യേശു എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പാപങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുക്കുവാൻ അവൻ യോഗ്യനായിരുന്നില്ല. എന്തുകൊണ്ടാണത്? കാരണം അവന് കൈകാര്യം ചെയ്യുവാൻ സ്വന്തം പാപമുണ്ടായിരുന്നു. അപ്പോൾ അവൻ എങ്ങനെ എൻ്റെ പാപത്തെ നേരിടും? 2 പേർ എന്തെങ്കിലും മോഷ്ടിച്ചെന്നും അവർ 2 പേരും അറസ്റ്റിലായെന്ന് കരുതുക. ഇരുവരും ഒരേ കുറ്റമാണ് ചെയ്തത്. എന്നാൽ അവരിൽ ഒരാൾ പ്രത്യേക ദയയുള്ള ഹൃദയമുണ്ടായിരുന്നുവെന്നും അവരെ പിടികൂടിയപ്പോൾ പോലീസുകാരനോട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 2 പേരും മോഷ്ടിച്ചതാണ്, അറസ്റ്റിലായവരാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ കുറ്റത്തിന് ഞാൻ അവന് പകരം നൽകും. അപ്പോൾ പോലീസുകാരൻ എന്തു പറയും? നീ റാസ്കൾ, നിങ്ങൾ സ്വന്തം കുറ്റം ചെയ്തില്ലേ? നിങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം കുറ്റത്തിന് നിങ്ങൾ വില നൽകണം. സ്വന്തം പാപങ്ങൾക്കുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ള പാപങ്ങൾക്ക് പകരം നൽകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ ലോകത്ത് ആരുമില്ല, അവർ ആരായാലും പാപത്തിൻ്റെ വില മറ്റാർക്കെങ്കിലും കൊടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യേശുവിനൊരു പാപവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു നമ്മുടെ സ്ഥാനത്ത് പാപത്തിൻ്റെ പിണ്ഡമായി മാറി. എന്തുകൊണ്ട്? നമ്മുടെ പാപങ്ങൾക്കുള്ള വില നൽകുവാൻ യേശു തൻ്റെ രക്തം ചൊരിഞ്ഞു. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 20 അധ്യായത്തിലേക്ക് തിരിക്കാം. മത്തായി 20 അധ്യായം. മത്തായി 20 അധ്യായം 28 വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. ഇവിടെ മനുഷ്യപുത്രൻ യേശുവാണ്. എന്തുകൊണ്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്? അവൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, മറിച്ച് നാശത്തിന് വിധിക്കപ്പെട്ട പാപികളെ ശുശ്രൂഷിപ്പാനാണ്. അനേകർക്ക് വേണ്ടി യേശു തൻ്റെ ജീവൻ മറുവിലയായി നൽകി. ജീവന് പകരം വീട്ടാൻ അവൻ വന്നു. എന്തുകൊണ്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്? അനേകർക്ക് മറുവിലയായി തൻ്റെ ജീവൻ നൽകുവാനാണ് അവൻ വന്നത്. ഇതാണ് പറയുന്നത്. ഇവിടെ ഇതാണ് പറയുന്നത്. അതിനാൽ യേശു നൽകിയ ഈ രീതി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾക്കുള്ള വില നൽകുവാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പാപങ്ങൾക്ക് വില കൊടുക്കുവാൻ ഒരു മാർഗവുമില്ല. ഇനി മത്തായി 26 അധ്യായത്തിലേക്ക് തിരിക്കാം. 27 വാക്യം. 26 വാക്യം 27. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനായുള്ള എൻ്റെ രക്തം. തൻ്റെ അവസാന അത്താഴവേളയിൽ യേശു ആദ്യം കുറച്ച് അപ്പം നുറുക്കി, പിന്നെ വീഞ്ഞിൻ്റെ പാനപാത്രം എടുത്തു തൻ്റെ ശിഷ്യന്മാർക്ക് അതിൽ നിന്ന് കുടിക്കുവാൻ കൊടുത്തു. അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തമാണ്. ഇതെൻ്റെ ഉടമ്പടിയുടെ രക്തമാണ്. ഒരു ഉടമ്പടി, ഒരു വാഗ്ദാനമാണ്. പാപമോചനത്തിൻ്റെ വാഗ്ദാനങ്ങൾ അടങ്ങിയ തൻ്റെ രക്തമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് യേശു പറഞ്ഞത്. താൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം അനേകരുടെ പാപമോചനത്തിന് വേണ്ടിയാണെന്ന് യേശു പറഞ്ഞു.
അനേകരുടെ പാപമോചനത്തിനു വേണ്ടി. ഇപ്പോൾ അവൻ ഉടമ്പടിയുടെ രക്തമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വാഗ്ദാനമാണ്, ഒരു തരം കരാർ. നിയമത്തിലൂടെ ദൈവം മനുഷ്യന് നൽകിയ വാഗ്ദാനമാണ് പഴയ നിയമം. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ വാഗ്ദാനത്തിലൂടെ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയില്ല. പുതിയ നിയമം എന്നാൽ പുതിയ വാഗ്ദത്തം എന്നാണ് അർത്ഥമാക്കുന്നത്. ആ പുതിയ വാഗ്ദത്തം യേശുവിൻ്റെ രക്തത്തിലൂടെയുള്ള പാപമോചനത്തിൻ്റെ വാഗ്ദാനമാണ്. അതാണ് പുതിയ വാഗ്ദാനം. അതിനാൽ നമ്മൾ ഒരു വീട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ രേഖകൾ എഴുതി വയ്ക്കുമല്ലേ? എല്ലാ രേഖകളും തയ്യാറാക്കിയിട്ടുണ്ടാകും. അവസാനം ചേർക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ സ്വകാര്യ മുദ്ര അല്ലേ? അമേരിക്കയിൽ അവർ അവരുടെ ഒപ്പെഴുതുന്നു. എന്നാൽ കൊറിയയിൽ ഈ രേഖകൾ നിങ്ങളുടെ സ്വകാര്യ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞാൽ അവയിൽ മാറ്റം വരുത്തുവാൻ ഒരു മാർഗവുമില്ല. ഇവിടെ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വാഗ്ദാനം ഏകപക്ഷീയമായി നൽകപ്പെട്ടു. ഇത് ഏകപക്ഷീയമാണ്. യേശു തൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾ നിരുപാധികം ക്ഷമിച്ചു എന്നതിൻ്റെ തെളിവായിരുന്നു അത്. അവൻ്റെ രക്തമായിരുന്നു വാഗ്ദാനത്തിൻ്റെ മുദ്ര. ഇതിനകം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിൽ തൻ്റെ രക്തം ചൊരിയുമ്പോൾ അവൻ്റെ രക്തം ചൊരിയപ്പെട്ടത് നിങ്ങളുടെയും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. യേശുവിൻ്റെ രക്തത്തിൽ പാപമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ രക്തത്തിന് ലോകത്തിലെ എല്ലാ ജനങ്ങളുടെയും എല്ലാ പാപങ്ങൾക്കും പാപമോചനം നൽകുവാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് യെശയ്യാ 53-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. അത് പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ വാക്യം 5 യെശയ്യാവ് അധ്യായം 53 വാക്യം 5. യെശയ്യാവ് അധ്യായം 53 വാക്യം 5. ദയവായി എനിക്ക് ശേഷം ആവർത്തിക്കുക. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവൻ എന്ന് ഇവിടെ പറയുന്നത് യേശുവാണ്. എന്നാൽ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം ചെയ്യുന്ന പാപങ്ങളാണ് അതിക്രമങ്ങൾ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് നിമിത്തം തകർന്നുമിരിക്കുന്നു. അവൻ തകർക്കപ്പെട്ടു. അവൻ മരിച്ചപ്പോൾ അവൻ്റെ വശം ഒരു കുന്തം കൊണ്ട് കുത്തി, മുള്ളുകൾ കൊണ്ട് തലയിൽ ഒരു കിരീടമുണ്ടാക്കി വെച്ചു, കുന്തം കൊണ്ടും അവനെ കുത്തിക്കൊന്നു. ഇതാണ് ഇവിടെ പറയുന്നത്, കുത്തുന്നത് എന്ന് പറയുന്നത്. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേൽ വന്നിരിക്കുന്നു. അതായത് പാപം എന്ന പേരിലുള്ള നമ്മുടെ ആത്മാക്കളുടെ രോഗം ഭേദമായിരിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നില്ലേ? എനിക്ക് ശേഷം ഇത് വീണ്ടും ആവർത്തിക്കുക. എന്നാൽ അവൻ എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ. നിങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം, യേശു തൻ്റെ രക്തം ചൊരിഞ്ഞ് ഇപ്പോൾ തന്നെ എൻ്റെ കൺമുൻപിൽ മരിക്കുകയാണെങ്കിൽ ഇത് എൻ്റെ വ്യക്തിപരമായ പാപത്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കുമായിരുന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജീവിച്ചിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക?
നാം ബൈബിൾ വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് വായിക്കേണ്ടതുണ്ട്. എന്താണ് അതിനർത്ഥം? ദൈവം സമയത്തിനും സ്ഥലത്തിനും അതീതനാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇതൊരു മൂട്ടയാണെന്ന് കരുതുക. ഈ മൂട്ട ഇവിടെ വരെ നടക്കുവാൻ പോവുകയാണെങ്കിൽ അത് വളരെ സമയമെടുക്കും. ഒരു മൂട്ടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുവാൻ വളരെ സമയമെടുക്കും. പക്ഷേ എനിക്ക് ഈ രണ്ട് സ്ഥലങ്ങളും ഒരേ സമയം കാണുവാൻ കഴിയും. ഞാൻ അതെല്ലാം നന്നായി കാണുന്നു. തുടക്കവും ഒടുക്കവും എല്ലാം ഞാൻ ഒരേ സമയം കാണുന്നു. അങ്ങനെയെങ്കിൽ ഇത് ദൈവമാണെങ്കിൽ അവൻ ഈ തുടക്കവും അവസാനവും ഒരേ സമയം കാണുവാൻ കഴിയും. കാരണം ദൈവം നിത്യനാണ്. ദൈവം നിത്യനാണ്. കാരണം ദൈവം സമയത്തിനും സ്ഥലത്തിനും അതീതനാണ്. അവൻ ഇതെല്ലാം ഒരേ സമയം കാണുന്നു. അതിനാൽ 2000 വർഷങ്ങൾ മുമ്പ് യേശു തൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ കഷ്ടതയുടെ സമയമായി കണക്കാക്കുകയും നാം ഈ സമയത്താണ് ജീവിക്കുന്നതെങ്കിൽ ഒരു വ്യക്തി ജീവിക്കുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയുമായിരുന്നു. ഉദാഹരണത്തിന്, സോളിൽ 2000 വർഷം യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഈ വ്യത്യസ്ത പാപങ്ങളെല്ലാം അവർ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിനിടയിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പാപങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ 2000 വർഷങ്ങൾ മുമ്പ് ഒരു പ്രാവശ്യം യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ ലോകത്തിലെ എല്ലാ പാപങ്ങളും നീക്കം ചെയ്തു. അതിനാൽ ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ആ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? നിങ്ങളുടെ ചെറിയ മനുഷ്യ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നത് കൊണ്ടാണിത്. ദൈവത്തിൻ്റെ വീക്ഷണകോണത്തിൽ നിന്ന് കാണുവാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള വില ദൈവം 2000 വർഷങ്ങൾ മുമ്പേ നൽകപ്പെട്ടു. ആ പാപങ്ങളെല്ലാം പൊറുത്തു. ഇപ്പോൾ ദൈവം കാത്തിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു ഉദാഹരണം പരിഗണിക്കാം. ഇതാണ് ദൈവം. പിന്നെ ഇതൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ പാപം ദൈവസന്നിധിയിൽ പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് 2 ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് സ്നേഹം, മറ്റൊന്ന് നീതിയാണ്. ഈ മനുഷ്യൻ പാപിയാണ്. ഈ മനുഷ്യൻ്റെ പാപം അവൻ്റെ ഉള്ളിലും പുറത്തുമുണ്ട്. അവൻ്റെ ഉള്ളിലെ പാപം യാന്ത്രികമായി പരിഹരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ ന്യായം വിധിക്കപ്പെടുന്നു. കാരണം ഒരു വ്യക്തി അവൻ ചെയ്ത പാപങ്ങൾക്കനുസൃതമായി വിധിക്കപ്പെടുന്നു. ദൈവം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നു. അവൻ അവനെ സ്നേഹിക്കുന്നതിനാൽ അവൻ നിരുപാധികം അവനോട് ക്ഷമിക്കണം. എന്നാൽ അവൻ നിരുപാധികം അവനോട് ക്ഷമിക്കാൻ കഴിയാതെ പോകുമെങ്കിൽ ഈ പാപത്തിൻ്റെ കാര്യമോ? ദൈവം ഈ പാപം ക്ഷമിക്കുകയാണെങ്കിൽ അവൻ നീതിയുടെ ദൈവമായിരിക്കില്ല. ദൈവത്തിൻ്റെ നീതിയുടെ സ്വഭാവം ഈ പാപം കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം ദൈവം പാപത്തെ വെറുക്കുന്നു. ദൈവം പാപിയെ സ്നേഹിക്കുന്നു. എന്നാൽ അവൻ പാപത്തെ വെറുക്കുന്നു. അതിനാൽ ഈ പാപം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ പാപം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദൈവസ്നേഹത്തിന് ഈ പാപിയോട് ക്ഷമിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ യേശു നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തു. ഈ പാപത്തിന് വേണ്ടി അവൻ കുരിശിൽ രക്തം ചൊരിഞ്ഞു. അങ്ങനെ അവൻ ഈ പാപം ഇല്ലാതാക്കി. അവൻ പാപിയെ സ്നേഹിച്ചതിനാൽ അവൻ ഈ വിധത്തിൽ പാപമോചനം നൽകി. നിങ്ങളെല്ലാവരും പാപികളാണ്. എന്നാൽ യേശു നിങ്ങളുടെ പാപത്തെ ക്രൂശിൽ പരിഹരിച്ചു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ അവൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാം. എന്നാൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും സ്വർഗത്തിൽ പോകുവാൻ കഴിയാത്തത്?
ഈ യാഥാർത്ഥ്യം നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷ കണ്ടെത്തും. നിങ്ങൾ വിശ്വസിക്കാതിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷ കണ്ടെത്തുകയില്ല. ഇതാണ് കാര്യം. പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം, എനിക്ക് ശേഷം ആവർത്തിക്കുക. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലെ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ തൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഇതിൽ പറയുന്നു കർത്താവ് അവൻ ചുമത്തി. ഇത് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? കർത്താവ് നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. എൻ്റെ പാപഭാരം എൻ്റെ മേൽ ചുമത്തിയാൽ ഞാൻ നരകത്തിൽ പോകേണ്ടി വരും. എന്നാൽ ദൈവം ഈ കാര്യം എന്നിൽ വയ്ക്കുന്നില്ല. അവൻ ഈ ഭാരം യേശുവിൻ്റെ മേൽ വെച്ചു. യേശു എൻ്റെ പാപത്തിന് പകരം ക്രൂശിൽ മരിച്ചു. നമുക്ക് 1 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഇത് പുതിയ നിയമത്തിലാണ്. 1 പത്രോസ് 3-ാം അധ്യായം വാക്യം 18. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഞാൻ വായിക്കാം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ഇവിടെ പറയുന്നത് നോക്കൂ. യേശു നീതിമാനായിരുന്നു. എന്നാൽ നീതിമാനായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ നീതികെട്ടവനും പാപിക്കും വേണ്ടി മരിച്ചു. പാപിയുടെ സ്ഥാനത്ത് യേശു മരിച്ചു. അതാണ് ഇവിടെ പറയുന്നത്, അല്ലേ? ക്രിസ്തുവും ഒരിക്കൽ കഷ്ടപ്പെട്ടു. ഒരിക്കൽ എന്ന് പറയുന്നു, ഒരിക്കൽ മാത്രം. നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. മരിക്കേണ്ടിയിരുന്നവരായിരുന്നു നമ്മൾ. നമ്മുടെ രക്തം ചൊരിഞ്ഞ് നരകത്തിൽ പോകണമായിരുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങൾ നിമിത്തം യേശു നമ്മുടെ സ്ഥാനത്ത് മരിച്ചു. അതിനാൽ നമ്മുടെ ആത്മാവിന് വേണ്ടി യേശു നമ്മുടെ സ്ഥാനത്ത് മരിച്ചു. അപ്പോൾ നമ്മളും മരിക്കേണ്ടതുണ്ടോ? ഇല്ലയോ? എനിക്കറിയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. തീർച്ചയായും നമ്മുടെ ശരീരം മരിക്കും. എന്നാൽ ബൈബിൾ ഗന്ധകം കത്തുന്ന അഗ്നിപ്പൊയ്കയെക്കുറിച്ച് പറയുന്നു. ഇതാണ് രണ്ടാമത്തെ മരണം. നമുക്ക് പകരം നരകത്തിലേക്ക് നയിക്കുന്ന മരണമാണ് യേശു മരിച്ചത്. അതിനാൽ നാം വിശ്വസിക്കുകയാണെങ്കിൽ നരകത്തിലേക്ക് നയിക്കുന്ന മരണമില്ല. നമുക്ക് എബ്രായർ 9-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. വാക്യം 12. എബ്രായർ അധ്യായം 9 വാക്യം 12. വാക്യം 12. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. ആട്ടുകോറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇവിടെ എന്താണ് പറയുന്നത് നോക്കൂ. പഴയ നിയമകാലത്ത് ദൈവം ഇസ്രായേലിനോട് ഒരു കാര്യം, ആടിനെയോ പശുക്കുട്ടിയോ അറുക്കുവാൻ പറഞ്ഞു. ഇത് ഒരു തരം മുൻകരുതലായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, അവൻ ആട്ടുകോറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? തൻ്റെ സ്വന്തം രക്തത്താൽ യേശുവിനെ നിത്യമായ വീണ്ടെടുപ്പ് നമുക്ക് നൽകി തരുവാൻ വേണ്ടി ശാശ്വതമായ മോചനം സാധിപ്പിച്ചു. സ്വന്തം രക്തത്താൽ അവൻ ശാശ്വതമായ വീണ്ടെടുപ്പ് നടത്തി. ഇത് താൽക്കാലിക മോചനമല്ല, അത് ശാശ്വതമായ വീണ്ടെടുപ്പാണ്. ബൈബിൾ വായിച്ചിട്ടും ഒരിക്കൽ എന്നേക്കുമായി നേടിയ ഈ ശാശ്വത വീണ്ടെടുപ്പിനെ കുറിച്ച് മിക്ക ആൾക്കാർക്കും അറിയില്ല.
ഒരിക്കൽ അവൻ നിത്യമായ വീണ്ടെടുപ്പ് നേടിത്തന്നു. അവൻ പാപത്തിൻ്റെ വില നിത്യമായി കൊടുത്തു. പാപത്തിൻ്റെ വിലയാണ് വീണ്ടെടുപ്പ്. ഇത് ആളുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമല്ല. ഇത് ആരുടെ വാക്കുകളാണ്? അവ ദൈവവചനങ്ങളാണ്. സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ ബന്ധത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അവൻ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ നോക്കൂ, യേശു ക്രൂശിൽ മരിച്ചു. പിന്നെ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതായത് അവൻ ദൈവസന്നിധിയിൽ പോയി. യേശു മരിച്ചപ്പോൾ കുഞ്ഞാടിനെ പോലെയായിരുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് മഹാപുരോഹിതനെ പോലെയും ആയിരുന്നു. അങ്ങനെ മഹാപുരോഹിതൻ എന്ന നിലയിൽ അവൻ ദൈവസന്നിധിയിൽ പോയി. ഇപ്പോൾ അവൻ മഹാപുരോഹിതനായി ദൈവം മുൻപാകെ ഇവിടെയുണ്ട്. അവിടെ അവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. അതിനാൽ അവൻ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചുവെന്ന് അതിൽ പറയുന്നു. അങ്ങനെ ആ സമയത്ത് എല്ലാ പാപങ്ങളും ഒരിക്കൽ എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ടു. എന്നേക്കുമായി. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പ്രയാസമുണ്ടാകാം. ഇത്തരമൊരു കാര്യം എങ്ങനെയാണ് സാധ്യമാകുക? എങ്ങനെയോ അതർത്ഥമാക്കുന്നതായി തോന്നുന്നില്ല. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഉത്തരമായിരുന്നില്ല. അതിനാൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഇത് വിശ്വസിക്കുവാൻ കഴിയാത്ത ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പോലുമുണ്ട്. പണ്ട് ഞാൻ ഫാർ ഈസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൻ്റെ ഭാഗമായി രാജ്യങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനായി ഒരു അമേരിക്കൻ മിഷണറി സംഘടനയാണ് ഫാർ ഈസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്ഥാപിച്ചത്. വിവിധ ഭാഷകളിൽ അവർ പരിപാടികൾ സംപ്രേഷണം ചെയ്തു. കൊറിയൻ ഭാഷയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ഇവാഞ്ചലിക്കൽ പ്രോഗ്രാം ഞാൻ നിയന്ത്രിക്കാൻ കാരണം ഞാൻ മിഷണറികളുടെ ഡയറക്ടറായിരുന്നു. അക്കാലത്ത് ഞാൻ ഇതുപോലൊരു പ്രഭാഷണം നടത്തി. യേശുവിൻ്റെ രക്തം ഒരിക്കൽ എന്നേക്കുമായി മോചനം നേടിയെന്ന് ഞാൻ വിശദീകരിച്ചു. എന്നാൽ ഒരു ദിവസം ഈ പ്രസംഗം കേട്ട ഒരാൾ എനിക്കെതിരെ പരാതി നൽകുവാൻ വന്നു. ആ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ്റെ ബോർഡ് ചെയർമാൻ ഒരു കൊറിയനായിരുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ്റെ ഡയറക്ടർ പെൻസ് എന്ന അമേരിക്കൻ മിഷണറി ആയിരുന്നു. മിസ്റ്റർ പെൻസ് അവനൊരു പാസ്റ്ററായിരുന്നു. അങ്ങനെ ബോർഡിൻ്റെ ചെയർമാൻ എന്നെക്കുറിച്ച് പരാതിപ്പെട്ടു. ആ പാസ്റ്റർ ഖ്വാൻ ഒരു മതഭ്രാന്തനാണ്. നിങ്ങളവനെ പുറത്താക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത്? നമുക്ക് ഒരിക്കൽ എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അത് ബോഷ്കാണ്. അങ്ങനെയെങ്കിൽ ഡോക്ടർ ഖാൻ, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അദ്ദേഹം ദൈവശാസ്ത്രത്തിലെ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തി മരിക്കുന്നത് വരെ പശ്ചാത്തപിക്കണം. ഈ വർഷവും അടുത്ത വർഷവും അവൻ പശ്ചാത്തപിക്കണം. വീണ്ടും അനുദപിക്കുകയും മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരിക്കൽ കൂടി അനുദപിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ അവൻ്റെ പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കപ്പെടുകയും അവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ റവറൻ പെൻസ് ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരിക്കും? എന്നാൽ പാസ്റ്റർ കോണിൻ്റെ അതേ രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം നൽകിയ മറുപടി ഇതാണ്. ഇത് കേട്ടപ്പോൾ ബോർഡ് ചെയർമാൻ അവൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു നോക്കി പറഞ്ഞു, ഞാൻ കബളിപ്പിക്കപ്പെട്ടു. ഉടൻ തന്നെ രാജിക്കത്ത് നൽകി അദ്ദേഹം പോയി. കൊറിയക്കാർ വിശ്വസിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. അമേരിക്കക്കാർ അങ്ങനെ വിശ്വസിച്ചില്ല. അങ്ങനെ ആവർത്തിച്ച് പശ്ചാത്തപിക്കേണ്ടത് ആവശ്യമായിരുന്നില്ല എന്ന് കരുതുന്നു. ഒരു ഉണർവ് യോഗത്തിന് പോകുന്നതാണ് ആളുകൾ അനുദപിക്കുന്ന രീതി. അതിനാൽ ഒരു മനുഷ്യൻ മീറ്റിങ്ങിൽ പോയി ധാരാളം കൃപ സ്വീകരിക്കുകയും ഒരുപാട് കരയുന്നു, അവൻ്റെ എല്ലാ പാപങ്ങളെ പശ്ചാത്തപിക്കുന്നു. ഒരു വ്യക്തിക്ക് നല്ല നിലവിളി ഉണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ആശ്വാസം തോന്നുന്നു. അവൻ്റെ ഉള്ളിൽ കെട്ടിപ്പടുത്ത എല്ലാ സമ്മർദ്ദവും അപ്രത്യക്ഷമാകുന്നു. ഇപ്പോൾ ദൈവം തന്നോട് ക്ഷമിച്ചുവെന്ന് കരുതി അവൻ സ്തുതികൾ പാടുവാൻ തുടങ്ങി. എന്നാൽ അവൻ എന്ത് കീർത്തനം പാടുമ്പോൾ, എൻ്റെ മുൻകാല പാപങ്ങളെല്ലാം ഇപ്പോൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുൻകാല പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ഭാവി പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ല. അതാണ് അതിനെ അർത്ഥമാക്കുന്നത്. പിന്നീട് ഈ രീതിയിൽ പശ്ചാത്തപിച്ച ശേഷം അടുത്ത ദിവസം മുതൽ അവൻ വീണ്ടും പാപങ്ങൾ ചെയ്യുവാൻ തുടങ്ങുന്നു. എന്തെങ്കിലും കാരണത്താൽ അവൻ വീണ്ടും കള്ളം പറയുന്നു, അവൻ ആരോടെങ്കിലും തർക്കിക്കുന്നു. അങ്ങനെ അവൻ മറ്റൊരു പാപശേഖരം കെട്ടിപ്പടുക്കുവാൻ തുടങ്ങുന്നു.
കാരണം അവനോട് ഉടനെ അനുദപിക്കുവാൻ കഴിയുന്നില്ല. അവൻ തൻ്റെ പാപങ്ങൾ സംഭരിക്കുന്നു. അവൻ അവരെ ഓരോന്നായി ശേഖരിക്കുന്നു. കാരണം അടുത്ത ഉണർവ് യോഗത്തിന് പോകുമ്പോൾ അതെല്ലാം പശ്ചാത്തപിക്കേണ്ടി വരും. അങ്ങനെ അവൻ അവയെല്ലാം കൂട്ടിച്ചേർത്ത് ഉണർവ് യോഗത്തിന് പോകുവാൻ ഒരുങ്ങുകയാണ്. അവൻ ആ ദിവസത്തിനായ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പങ്കെടുക്കാൻ ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തുന്നു. അതുവഴി അവൻ അകലെയായിരിക്കുമ്പോൾ മറ്റെല്ലാം സുഗമമായി പ്രവർത്തിക്കും. എന്നാൽ തലേ ദിവസം അവൻ്റെ കാറിന് എന്തോ കുഴപ്പം സംഭവിക്കുകയും അയാൾ ഒരു അപകടത്തിൽപ്പെടുകയും അവൻ മരിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തി രക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ലയോ? നന്നായി. അവൻ രക്ഷിക്കപ്പെടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം ഒരു വ്യക്തിക്ക് ശിക്ഷ ലഭിക്കണമെങ്കിൽ പാപത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടണം. പാപങ്ങളിൽ ഏറ്റവും ചെറിയത് ഇപ്പോഴും അവശേഷിക്കുന്നുവെങ്കിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അപ്പോഴും പാപങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അവൻ തൻ്റെ ഭൂതകാലത്തിലെ പാപങ്ങൾ പശ്ചാത്തപിക്കുകയും അവയ്ക്കായി ക്ഷമ യാചിക്കുകയും ചെയ്തു. പക്ഷേ ഭാവിയിൽ അവൻ ചെയ്യുവാൻ പോകുന്ന പാപങ്ങൾ അവൻ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ അവൻ രക്ഷിക്കപ്പെട്ടില്ല. പാപം പൂർണ്ണമായി ക്ഷമിക്കണം. പാപം ഒരിക്കൽ എന്നേക്കുമായി ക്ഷമിക്കപ്പെടുന്നു. അത് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല. ഇവിടെ പറയുന്നത് നോക്കൂ, എനിക്ക് ശേഷം ആവർത്തിക്കുക. എന്നാൽ അവൻ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. അവൻ ഒരിക്കൽ എന്നേക്കുമായി ശാശ്വതമായ വീണ്ടെടുപ്പ് നൽകി. അവൻ നിത്യമായിരിക്കുന്ന രക്ഷ നമുക്ക് നൽകി തന്നു. എന്നേക്കുമായി നിത്യമായ വീണ്ടെടുപ്പ്. 26 വാക്യം നമുക്ക് നോക്കാം. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇവിടെ പറയുന്നത് നോക്കൂ. പഴയ നിയമകാലത്ത് ഇസ്രായേൽ ആട്ടിൻകുട്ടിയെ അറുത്ത് ദൈവാലയത്തിൽ യാഗമർപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ അവർ ഒരു കാളയെ അർപ്പിക്കും. എന്നാൽ ഒടുവിൽ പുരോഹിതൻ മരിക്കും. അതിനുശേഷം പുരോഹിതൻ്റെ മകൻ അവൻ്റെ ചുമതല ഏറ്റെടുക്കും. അവൻ മരിച്ചപ്പോൾ അവൻ്റെ മകനും പുരോഹിതനാകും. പാപപരിഹാര ദിനം എന്ന് വിളിക്കപ്പെടുന്ന ഈ യാഗങ്ങൾ വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെട്ടു. എന്തിനായിരുന്നു അത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആടുകളുടെയും പശുക്കിടാകളുടെയും രക്തത്തിന് പാപം നീക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ യാഗങ്ങൾ ഭാവിയിൽ യഥാർത്ഥ കുഞ്ഞാട് വന്ന് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുമെന്ന് മുൻപ് കൂട്ടി കാണിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഓരോ വ്യക്തി ഓരോ തവണയും പാപം ചെയ്ത് പാപം പൊറുക്കുന്നതിന് വീണ്ടും വീണ്ടും പശ്ചാത്തപിക്കേണ്ടി വരുന്നെങ്കിൽ യേശുവും പലതവണ മരിക്കേണ്ടി വരുമായിരുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. യേശു എത്ര തവണ ക്രൂശിൽ മരിച്ചു? ഒരിക്കൽ അല്ലേ? ഇനി ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഈ ഭൂമിയിലായിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് പാപമോചനം നൽകുവാൻ യേശു എപ്പോഴാണ് തൻ്റെ രക്തം ചൊരിഞ്ഞത്? 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളുടെ കാര്യമോ? 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾക്ക് പാപമോചനം നൽകുവാൻ അവൻ എപ്പോഴാണ് തൻ്റെ രക്തം ചൊരിഞ്ഞത്? അങ്ങനെയെങ്കിൽ നമ്മുടെ നാളിലും യാഗത്തിലും ഇപ്പോൾ ജീവിക്കുന്ന ആളുകളുടെ പാപമോചനത്തിനായി യേശു എപ്പോഴാണ് തൻ്റെ രക്തം ചൊരിഞ്ഞത്? നിങ്ങൾ നോക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഒരിക്കൽ മാത്രം ചൊരിഞ്ഞ രക്തം ഈ ലോകത്തിലെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ടതാണ്. അതിനാൽ ഇതാണ് ശാശ്വതമായ ക്ഷമ, ശാശ്വതമായും ഒരിക്കൽ എന്നേക്കുമായുള്ള ക്ഷമ. അതല്ലേ? ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ തീർത്തും ഉറപ്പുവരുത്തേണ്ട ഒരു വിഷയമാണ്. 2 പുരുഷന്മാരുണ്ടെന്ന് സങ്കല്പിക്കുക. അവരിൽ ഒരാൾ ഇതുപോലെ പശ്ചാത്തപിക്കുന്നു. അവൻ മരിക്കുവാൻ പോവുകയാണ്. അവൻ പറയുന്നു, ഓ ഓ ഓ പ്രിയ ദൈവമേ, നീ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വ്യക്തി സ്വർഗത്തിലോ നരകത്തിലോ അവസാനിക്കുമോ എന്നത് ടെൻഷനുകളുടെ വിഷയമാണ്.
ക്ഷമിക്കപ്പെടുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അത് രക്ഷയല്ല. ഇപ്പോൾ മറ്റേ മനുഷ്യനെ പരിഗണിക്കുക. അവൻ വേദനിക്കുന്നു. പക്ഷേ അവൻ പറയുന്നു, കർത്താവേ നന്ദി, എൻ്റെ പാപങ്ങൾ എന്നോട് പൊറുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നന്ദി. ഇതൊരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഒരു വ്യക്തി തന്നോട് ക്ഷമിച്ചുവെന്ന് ഒരിക്കൽ വിശ്വസിച്ചാൽ അത് കാര്യത്തിൻ്റെ അവസാനമാണ്. ദൈവം നിങ്ങളോട് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഭാവിയിലെ കാര്യമാണ്. ഭാവിയിൽ യേശുവിൻ്റെ രക്തത്തിലൂടെ നിങ്ങൾ ക്ഷമിക്കപ്പെടുമോ, അതോ നിങ്ങൾ ഇതിനകം ക്ഷമിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു വ്യക്തി സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുക എന്നത് ടെൻഷനുകളുടെ ലളിതമായ കാര്യമാണ്. ഭാവിയിൽ ക്ഷമിക്കുവാനുള്ള വിശ്വാസം ഒരു വ്യക്തിയെ നരകത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ മുൻകാല ക്ഷമയിലേക്കുള്ള വിശ്വാസം അവന് സ്വർഗത്തിലേക്ക് നയിക്കുന്നു. ഇനി 26-ാം വാക്യം നോക്കുക. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എബ്രായരെ സംബന്ധിച്ചിടത്തോളം യാഗങ്ങളുടെ അവസാനം യേശുവിൻ്റെ വരവോടെ ആരംഭിച്ചു. ഒരിക്കൽ അവൻ സ്വന്തം യാഗത്തിനായി പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കൽ. ഇനി 27-ാം വാക്യം നോക്കുക. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചുമിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അവൻ ഒരിക്കൽ വാഗ്ദാനം ചെയ്തു, അനേകരുടെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇവിടെ പറയുന്നത് നോക്കൂ. ഇവിടെ അവസാനം പറയുന്ന രക്ഷ ജഡത്തിൻ്റെ രക്ഷയാണ്. അവൻ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. പാപം വഹിക്കുവാനല്ല, മറിച്ച് തന്നെ കാത്തിരിക്കുന്നവർക്ക് രക്ഷ നൽകുവാനാണ്. പാപം കൂടാതെ നാം കർത്താവിനായ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ വെറുതെ പറഞ്ഞാൽ, എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ എന്തു ചെയ്യും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, അപ്പോൾ യേശു വരും, എല്ലാം വെറുതെയാകും. ഇവിടെ പറയുന്നത് നോക്കൂ. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. കർത്താവിൻ്റെ വരവിനായി നിങ്ങൾ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇപ്പോൾ അധ്യായം 10-ാം വാക്യം നമുക്ക് നോക്കാം. എബ്രായർ 10 വാക്യം 10. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. ഈ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം വിശുദ്ധരായിരിക്കുമെന്നാണോ അതോ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണോ നിങ്ങൾ നോക്കുക. യേശുക്രിസ്തുവിൻ്റെ ശരീരം ഒരിക്കൽ എന്നേക്കുമായി സമർപ്പിച്ചതിലൂടെ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതിനർത്ഥം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്നാണ്. അങ്ങനെയാണ് നമ്മെ വിശുദ്ധരാക്കുവാൻ കഴിയുക. നാം വിശുദ്ധീകരിക്കപ്പെടുന്ന വഴി എന്താണ്? ഒരിക്കൽ എന്നേക്കുമായി യേശുക്രിസ്തുവിൻ്റെ ശരീരം സമർപ്പിക്കുന്നതിലൂടെ ഇങ്ങനെയാണ് നാം വിശുദ്ധരാക്കപ്പെട്ടത്. ഇത് വിശ്വസിക്കുമ്പോൾ നാം വിശുദ്ധരാകുന്നു. ഇങ്ങനെയാണ് നാം വിശുദ്ധരാക്കപ്പെടുന്നത്. നമുക്ക് യോഹന്നാൻ 8-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഒന്നാം വാക്യം മുതൽ ഞാൻ വായിക്കാം. ഒന്നാം വാക്യം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവനിരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നെന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്നവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്,
സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. യഹൂദ്യർക്കിടയിൽ ആരെങ്കിലും വ്യഭിചാരം ചെയ്ത് പിടിക്കപ്പെട്ടാൽ ആ പാപത്തിന് വ്യക്തമായ സാക്ഷികളുണ്ടെങ്കിൽ കുറ്റവാളിയെ വെറുതെ കല്ലെടുത്ത് കല്ലെറിഞ്ഞ് കൊല്ലാം. യേശുവിൻ്റെ കാലത്ത് ഒരു ദിവസം അവൻ ദൈവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യഹൂദന്മാർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ സമയം അവരെല്ലാം ഒരുപക്ഷെ കയ്യിൽ ഒരു കല്ലുമായിരിക്കാം വന്നിരിക്കുന്നത്. അവർ യേശുവിനോട് പറഞ്ഞു, ഇത്തരത്തിലുള്ള സ്ത്രീയെ കല്ലെറിയണമെന്ന് മോശ പറഞ്ഞു. അവർ യേശുവിനെ നിന്ദിക്കുകയും ഈ സ്ത്രീയെക്കുറിച്ച് അവൻ എന്ത് പറയണമെന്ന് കാണുവാൻ യേശുവിനോട് ചോദിച്ചു. അവളോട് ക്ഷമിക്കണമെന്ന് അവൻ പറഞ്ഞാൽ ഇത് മോശയുടെ നിയമത്തിന് ലംഘനമാണെന്ന് അവർ പറയും. അവളെ കല്ലെറിയണമെന്ന് അവൻ പറഞ്ഞാൽ അവർ അവനെ പരിഹസിക്കും. സ്നേഹത്തിനായുള്ള അവൻ്റെ ദൈനംദിന അപേക്ഷയെ ഇകഴ്ത്തുകയും ചെയ്യും. എന്നാൽ അവർ അവനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്ത ആരെങ്കിലും അവളെ ആദ്യം കല്ലെറിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യാത്ത ആൾ അവളെ ആദ്യം കല്ലെറിയട്ടെ. ലോകത്ത് എവിടെയാണ് ഇങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്തുക? ഈ വാക്കുകൾക്ക് വളരെ ആഴത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റുള്ളവരെ കല്ലെറിയാൻ യോഗ്യതയുള്ള ഒരാൾ പോലുമില്ല. ഒരു വ്യക്തി പാപിയാകുന്നത് ദൈവമുമ്പാകെ മാത്രമാണെന്നാണ് ഇതിനർത്ഥം. ഇവരിൽ ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയാൽ ശിക്ഷിക്കപ്പെട്ട് ഓടിപ്പോയി. അതുകൊണ്ട് യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് അവളോടൊരു ചോദ്യം ചോദിച്ചു. ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുകയും യേശുവിൻ്റെ മുമ്പിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു. അവളുടെ മുഖം ഒരു ഷീറ്റ് പോലെ വെളുത്തിരിക്കുന്നു. ജീവിക്കുവാൻ അനുവദിക്കുമെന്ന എല്ലാ പ്രതീക്ഷകളും അവൾ ഉപേക്ഷിച്ചിരിക്കാം. യേശുവിൽ നിന്ന് കുറച്ച് വാക്കുകൾ മാത്രമേ എടുത്തുള്ളൂ. ആലയത്തിൻ്റെ മുറ്റം ശാന്തമായി, എല്ലാവരും പോയി. ഇതിന് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. യേശു ആ സ്ത്രീയോട്, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ എന്ന് ചോദിച്ചു. ഒരാളെ ശിക്ഷിച്ചാൽ കല്ലെറിഞ്ഞ് കൊല്ലണം. ശിക്ഷിക്കപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം മരണശിക്ഷ അനുഭവിക്കുക എന്നാണ്. ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ എന്ന് യേശു അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഇത് നോക്കൂ, യേശുവിൻ്റെ മുമ്പിൽ ക്ഷമിക്കപ്പെടാത്ത പാപമുണ്ടോ? ഈ സ്ത്രീ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അവൾ ഈ പാപം ചെയ്യുന്നത് കണ്ടിരുന്നു. മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവളെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് ശരിയായിരുന്നു. എന്നാൽ പാപമില്ലാത്ത ഒരാൾക്ക് മാത്രമേ അവളുടെ നേരെ കല്ലെറിയുവാൻ യോഗ്യതയുള്ളൂ. യേശുവിന് പാപമില്ലായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ അവളോട് ക്ഷമിച്ചുവെന്ന് പറയുകയായിരുന്നു. പകരം യേശു അവളുടെ പാപം ഏറ്റെടുത്തു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്ത് പാപങ്ങളാണ് നിങ്ങൾ ചെയ്തത്? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ എന്ത് പാപങ്ങളാണ് ചെയ്തത്? ഇതാണ് കാര്യം. നിങ്ങൾ എന്ത് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപങ്ങൾക്ക് യേശു നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല. യേശു നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക, അപ്പോൾ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഇവിടെ യേശു ഈ സ്ത്രീയോട് മാത്രമല്ല ഈ വാക്കുകൾ പറയുന്നത്. യാക്കോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ പറയുന്നു, വ്യഭിചാരിണികൾ ദൈവത്തോട് പുറംതിരിഞ്ഞ് ലോകമായി ചങ്ങാത്തം കൂടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ വ്യഭിചാരികളാണ്. അതാണ് അർത്ഥമാക്കുന്നത്. ലോകത്തെ മാത്രം സ്നേഹിക്കുകയും നമ്മുടെ ശാരീരിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുകയും എല്ലാ വിധത്തിലും ദൈവം മുമ്പാകെ വ്യഭിചാരം ചെയ്യുകയും നാം ചെയ്യുന്ന പാപികളാണ് നാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ,
നമ്മൾ പാപികളാണ്. എന്നാൽ കർത്താവ് പ്രഖ്യാപിച്ചു, ഞാനും നിങ്ങളെ വിധിക്കുന്നില്ല. ഞാൻ എന്ന് പറയുന്നത്, എന്നാൽ നമ്മെ കുറ്റം വിധിക്കുവാൻ യോഗ്യനായ കർത്താവ് എന്നാണ് ഇതിനർത്ഥം. ഞാനും നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല. ഈ പ്രഖ്യാപനം നിങ്ങളുടെ പാപവുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. ഇനി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രസകരമായ 3 ഉപമകൾ ഉണ്ട്. നഷ്ടപ്പെട്ട മകനെ അന്വേഷിക്കുന്ന ഒരു പിതാവിൻ്റെ കഥയാണ് 3-ാമത്തെ ഉപമ. ഈ ഉപമകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഉപമകളിൽ 3-ാമത്തേത് നമുക്ക് വായിക്കാം. മകനെ അന്വേഷിക്കുന്ന പിതാവിൻ്റെ കഥ. വാക്യം 11. പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനുമായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഇവിടെ നമുക്ക് നിർത്തിയിട്ട് നമുക്ക് മുമ്പിലേക്ക് നോക്കാം. ഇവിടെ ഈ ഉപമയിൽ ഒരു പിതാവും 2 ആൺമക്കളുമുണ്ട്. പിതാവ് ദൈവത്തിൻ്റെ രൂപകമാണ്. 2 ആൺമക്കളുമുണ്ട്. ചരിത്രപരമായ വീക്ഷണകോണിൽ ഈ പുത്രന്മാരിൽ ഒരാൾ യഹൂദന്മാരെ പ്രതിനിധീകരിക്കുന്നു. യഹൂദന്മാരെ പ്രതിനിധീകരിക്കുന്നത് മൂത്ത മകനാണ്. തുടർന്ന് ഇളയ മകൻ ജാതികളെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഇവിടെ അവൻ പാപികളെ പ്രതിനിധീകരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൽ വിശ്വസിക്കാത്തതും അവനിൽ നിന്ന് അകന്നുപോയതുമായ പാപികളെയാണ് അവൻ കാണിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നാൽ രക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരെയും അവൻ പ്രതിനിധീകരിക്കുന്നു. ഇളയ മകനാണ് ഇവയെ പ്രതിനിധീകരിക്കുന്നത്. അവൻ ധൂർത്തപുത്രനാണ്. ഈ ഇളയ മകൻ അച്ഛനെ ചീത്ത വിളിപ്പാൻ തുടങ്ങി. വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് എന്താണ് തരേത്തത്? അവൻ തൻ്റെ പിതാവിനെ ഇങ്ങനെ ചീത്ത വിളിച്ചു. അങ്ങനെ അപ്പൻ വഴങ്ങി അവന് വിട്ടുകൊടുത്തു. അവൻ തൻ്റെ സമ്പത്തെല്ലാം വിഭജിച്ചു. ഈ അപ്പൻ അതിസമ്പന്നനായിരുന്നു. അപ്പോൾ ഈ ഇളയ മകൻ പിതാവിൽ നിന്ന് ലഭിച്ചതെല്ലാം വിറ്റ് പണം വാങ്ങി വീട് വിട്ടിറങ്ങി. അവൻ എല്ലാത്തരം കാര്യങ്ങളും ചെയ്തുവെന്നും തൻ്റെ അവകാശം മുഴുവൻ ഉപയോഗിച്ചുവെന്നും അതിൽ പറയുന്നു. അവനൊരു യാചകനെ പോലെ. അങ്ങനെ വിശന്നു വലഞ്ഞ് ഭക്ഷണം വാങ്ങാൻ പണമില്ലാത്തതിനാൽ ആ പ്രദേശത്തെ ഒരു വീട്ടിൽ ചെന്ന് ആശ്രയിച്ചു. അവൻ പന്നികളെ മേയ്പ്പാൻ അയച്ചു. ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഇതുവരെ നീ ഒരു പന്നി പോലെ ആയിരുന്നു. പന്നികളെ പോലെയുള്ള നമ്മുടെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ പന്നിക്കൂട്ടങ്ങളായി ജീവിക്കുന്നു. ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയാണിത്. അങ്ങനെ ഈ മനുഷ്യൻ അങ്ങേയറ്റം പ്രയാസകരമായ സാഹചര്യങ്ങളിൽ വീണു. ഇതൊരു പാപിയുടെ പ്രതിച്ഛായയാണ്. ഇനി 17-ാം വാക്യം നമുക്ക് വായിക്കാം. ഇപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഒരു സായാഹ്നത്തിൽ അവൻ പന്നിക്കൂട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പൂർണ്ണ ചന്ദ്രനെ നോക്കി അയാൾ ചിന്തിക്കുവാൻ തുടങ്ങി. എൻ്റെ നാട്ടിലുള്ള എൻ്റെ അപ്പനും ആ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടാകാം. ഈ ചിന്ത മനസ്സിൽ വന്നപ്പോൾ താൻ എത്ര തെറ്റിപ്പോയെന്ന് അവന് മനസ്സിലാക്കി. വീട്ടിൽ തിരിച്ചെത്തി. എല്ലാ കൂലിപ്പണിക്കാർക്കും ധാരാളം ഭക്ഷണമുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കെന്ത്? ഞാൻ ദരിദ്രനാണ്. പന്നികൾ തിന്നുന്ന കായ് പോലും എനിക്ക് തിന്നുവാൻ കഴിയുന്നില്ല. വാക്യം 18. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ മനസ്സിൽ വിചാരിച്ചു,
മനസ്സിൽ അവൻ ഇങ്ങനെ വിചാരിക്കുന്നു, എനിക്കിനി അവൻ്റെ മകനായി അവൻ്റെ അടുക്കലേക്ക് പോകുവാൻ കഴിയുകയില്ല. അവൻ്റെ കൂലിക്കാരിൽ ഒരാളായി എന്നെ ആക്കണമേ എന്ന് ഞാൻ അവൻ്റെ അപ്പനോട് പറയും. എനിക്ക് ഈ വിശപ്പ് സഹിക്കുവാൻ കഴിയുന്നില്ല, എന്നെ കൂലിക്കാരനായി ആക്കണമേ, ഞാൻ അവനോട് ആവശ്യപ്പെടും. ഈ ചിന്തകളോടെ അവൻ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ മറുവശത്ത് പിതാവിൻ്റെ വീക്ഷകോണത്തിലേക്ക് നമുക്ക് നോക്കാം. മകൻ ഇങ്ങനെ തന്നിൽ നിന്നും പിന്തിരിഞ്ഞ് അനന്തരാവകാശത്തിൻ്റെ വിഹിതമെടുത്ത് എല്ലാം വിറ്റുപോയെങ്കിലും പോകുമ്പോൾ അപ്പൻ മകനോട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, നീ എവിടെ പോയാലും സത്യസന്ധവും നേരായുമായ ജീവിതം നയിക്കുക, ഇടയ്ക്കിടെ എനിക്ക് നിന്നെക്കുറിച്ചുള്ള വാർത്തകൾ അയക്കുക, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരിക്കാം. അപ്പോൾ ആ മകൻ അവിടെ വിട്ടുപോയി. പക്ഷേ അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അപ്പോൾ ഈ മകനെക്കുറിച്ച് പിതാവ് ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ ബിസിനസ് വളരെയധികം നന്നായി പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അവനെക്കുറിച്ചൊരു വിവരവുമില്ല. അപ്പോൾ ആ പിതാവ് അവനെക്കുറിച്ച് ഒരു വിവരമില്ലെന്ന് അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അവൻ്റെ മകൻ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന്. അപ്പോഴാണ് ഒരു ദിവസം അവൻ്റെ അയൽക്കാരിൽ ഒരാൾ അവൻ്റെ അടുത്തൽ വന്ന് പറഞ്ഞു, കാരണം ഇത് ഭയങ്കരമാണ്, എന്തുകൊണ്ട്, എന്താണ് തെറ്റുപറ്റിയത്? ആരോ പട്ടണത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഒരു യാചകനായി, ഒരു ഭിക്ഷക്കാരൻ എന്ന നിലയിൽ ആയിരുന്നു അവൻ പണമെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ ഏതോ ധനികൻ്റെ വീട്ടിൽ പന്നികളെ മേയ്ക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം ആകെ പിടഞ്ഞിരിക്കാം. മകനെ ഒന്ന് കാണണമെന്ന് മാത്രം. അങ്ങനെ അവൻ എല്ലാ ദിവസവും തൻ്റെ വീടിൻ്റെ പ്രധാന ഗേറ്റിന് പുറത്തു പോയി ദൂരത്തേക്ക് നോക്കി നിൽക്കും. മകൻ വരുന്നതും കാത്ത് അവിടെ ഇരിക്കും. പരിസരത്ത് ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ അത് തൻ്റെ മകനാണോ എന്ന് സൂക്ഷ്മമായി നോക്കുമായിരുന്നു. പക്ഷേ അത് അവനല്ല, അതാരോ വഴിപോക്കനാണ്. അപ്പോൾ മറ്റൊരാൾ പ്രത്യക്ഷപ്പെടും, അതും അവൻ്റെ മകനല്ല. അങ്ങനെയായിരിക്കും അപ്പൻ അവന് വേണ്ടി കാത്തിരുന്നത്. അപ്പൻ വളരെ ധനികനായിരുന്നു. പക്ഷേ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ ആ വേദനയിൽ അവന് ഈ സമ്പത്തിലൊന്നും താല്പര്യമില്ലായിരുന്നു. മകനെ തിരികെ കിട്ടണമെന്നുള്ള മാത്രം ചിന്തയായിരുന്നു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിച്ചത് മകൻ തന്നിലേക്ക് മടങ്ങി വരണമെന്നാണ്. അങ്ങനെയായിരിക്കെ ഒരു ദിവസം അവൻ ദൂരത്തിലേക്ക് നോക്കുമ്പോൾ ദൂരെ ഒരു യാചകൻ തൻ്റെ അടുത്തേക്ക് നടക്കുന്നത് കണ്ടു. യാചകന് ശക്തി തീരെയില്ലായിരുന്നു. കഷ്ടിച്ച് ഒരു കാൽ മറ്റേ കാലിൻ്റെ മുൻപിൽ വയ്ക്കുവാൻ മാത്രം അവൻ പ്രാപ്തനായിരുന്നു. എന്നാൽ ഇത് തൻ്റെ മകനാണെന്ന് നടത്തത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി. ഇപ്പോൾ 20-ാം വാക്യം നോക്കുക. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. അവൻ ദൂരത്ത് നിൽക്കുമ്പോൾ തന്നെ അവന് പിതാവ് മനസ്സിലാകുന്നു. പിതാവ് അവനോട് മനസ്സലിയുന്നു. അവൻ്റെ മകൻ്റെ അടുത്തിലേക്ക് ഓടി അവനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അവൻ്റെ അടുക്കിലേക്ക് അപ്പൻ പോകുകയായിരുന്നു. അവനെ കെട്ടിപ്പിടിച്ച് അവന് ഉമ്മ വയ്ക്കുകയായിരുന്നു. നീ റാസ്കൾ, നീ എന്താണ് ഇത്രത്തോളം സമയമെടുത്തത് എന്നല്ല ചോദിച്ചത്. ഈ മകൻ്റെ വസ്ത്രത്തിൽ നിന്ന് പന്നിക്കാഷ്ടം നാറുന്നുണ്ടാകാം. അവൻ വളരെ കാലം കുളിക്കുകയില്ലായിരുന്നു. പിന്നെ അങ്ങനെ അവൻ പല്ല് തേക്കും. പക്ഷേ അച്ഛൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഒരു പിതാവിൻ്റെ ഹൃദയമാണ് പിതാവിൻ്റെ ഹൃദയം. ഒരു പിതാവിൻ്റെ ഹൃദയം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ഹൃദയവും അങ്ങനെയാണ്. വാക്യം 21 നോക്കുക. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. തൻ്റെ കൂലിവേലക്കാരിൽ ഒരാളായി അവനെ തിരികെ കൊണ്ടുപോകാൻ പിതാവിനോട് ആവശ്യപ്പെടുവാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷേ അച്ഛൻ അവനെ കൂടുതൽ പറയുവാൻ അനുവദിച്ചില്ല. നീ എന്തിനാ ഇങ്ങനെ വിഡ്ഢിത്തരം പറയുന്നത്? അച്ഛൻ അവനെ അങ്ങനെ പോകുവാൻ സമ്മതിച്ചില്ല. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗത്തിൽ മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പിൻ. ഇത് ഏതു തരം വസ്ത്രമായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു? ഏതുതരം വസ്ത്രമായിരിക്കും ഏറ്റവും നല്ല വസ്ത്രം? പാപി ധരിച്ചിരിക്കുന്ന രക്ഷയുടെ വസ്ത്രമാണിത്. മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ.
മോതിരം ഒരു വാഗ്ദാനത്തെയും ചെരുപ്പുകൾ സുവിശേഷത്തെയും പ്രതിനിധീകരിക്കുന്നു. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ, നാം തിന്ന് ആനന്ദിക്ക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു? നിങ്ങൾ വളരെയധികം പാപങ്ങൾ ചെയ്യുന്നതിനാൽ ദൈവം നിങ്ങളെ ഭയപ്പെടുന്നതായി തോന്നുന്നുവോ? പാപം ചെയ്ത ആളുകൾ ദൈവമില്ല എന്ന് പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവമില്ലെന്ന് പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ അവരുടെ മനസാക്ഷി അവരെ അസ്വസ്ഥരാക്കുന്നു. അവർ ദൈവത്തിൽ വിശ്വസിച്ചേക്കാം, പക്ഷേ അവർ അവനെ ഭയപ്പെടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. പക്ഷേ തൻ്റെ പിതാവ് തന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഈ ഇളയ മകൻ അറിയാത്തതുപോലെ പിതാവായ ദൈവത്തിന് തങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് പാപികൾക്കും അറിയില്ല. പാപി ദൈവത്തെ സങ്കല്പിക്കുന്ന രീതി ദൈവം പാപിയെ കാണുന്ന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇത് തികച്ചും വ്യത്യസ്തമാണ്. ദൈവം പാപത്തെ വെറുക്കുന്നു, എന്നാൽ അവൻ പാപിയെ വെറുക്കുന്നില്ല. ഇവിടെ പിതാവിൻ്റെ പ്രതിച്ഛായ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ്. മനുഷ്യൻ പാപങ്ങൾ ചെയ്യുന്നു, അവൻ ലോകത്തിൽ പിടിക്കപ്പെടുന്നു, അവൻ തൻ്റെ ജഡത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാർ. എന്നാൽ ഒരു പാപിയെ വളരെ വൃത്തികെട്ടവനും ദുഷ്ടനും ദുർഗന്ധമുള്ളവനുമാണെങ്കിലും ദൈവം അവനെ വളരെയധികം സ്നേഹിക്കുന്നു. അവനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുവാനും ചുംബിക്കുവാനും അവൻ തയ്യാറാണ്. ഈ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അത് പ്രകടിപ്പിക്കപ്പെട്ടു. അവൻ പാപികളെ തേടി വന്നു. അതുകൊണ്ടാണ് അവൻ നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങൾക്കും വില നൽകുവാൻ തൻ്റെ രക്തം ചൊരിയുകയും ചെയ്തത്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുന്നതാണ് വിശ്വാസം. നിങ്ങൾ ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നു. ഓ, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. കണ്ണുനീർ ഒലിപ്പിച്ചിറങ്ങുന്ന മകൻ വന്ന് ക്ഷമ ചോദിച്ചത് കൊണ്ടാണോ അച്ഛൻ അവനോട് ക്ഷമിച്ചത്? അവൻ കരഞ്ഞതിനാൽ അവനോട് ക്ഷമിച്ചോ? അതോ പിതാവിൻ്റെ അടുക്കൽ വന്ന് തന്നോട് ക്ഷമിക്കുവാൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് അവനോട് ക്ഷമിച്ചോ? ഏത് വഴിയായിരുന്നു അത്? നിങ്ങൾ നോക്കുക. അപ്പൻ മകനെ കാണുന്നതിന് മുമ്പ് തന്നെ, മകൻ തിരികെ വരുന്നതിന് മുമ്പ്, മകൻ അപ്പോൾ പോയ ഉടനെ തന്നെ പിതാവ് മകനെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. തൻ്റെ അനന്തരാവകാശമെല്ലാം മകൻ കളഞ്ഞു കുളിച്ചുവെന്ന ശ്രുതി കേട്ടപ്പോൾ ആ പണത്തെക്കുറിച്ച് ആകുലപ്പെട്ട ആളല്ലായിരുന്നു പിതാവ്. പിതാവ് മകനെക്കുറിച്ച് ആശങ്കാകുലനായിരുന്നു. തൻ്റെ അനന്തരാവകാശത്തോടെയോ അല്ലാതെയോ തൻ്റെ മകൻ തന്നിലേക്ക് മടങ്ങി വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, ദൈവത്തെ അന്വേഷിക്കുവാൻ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഇതുവരെ നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ മകനെ തേടിയെത്തിയ അപ്പൻ ദൈവമാണ്. ഈ ധൂർത്തപുത്രനെ പോലെ നാം എല്ലാവരും പാപികളായിരുന്നു. ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ ദൈവം സൃഷ്ടിച്ച നമ്മുടെ ആത്മാവ് നശിച്ചു. അതായത് അവ വിൽക്കപ്പെട്ടു. എന്നാൽ ദൈവം നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി നമുക്ക് പഴയ നിയമത്തിലെ യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് തിരിക്കാം.
അധ്യായം 44. യെശയ്യാവ് അധ്യായം 44. യെശയ്യാവ് അധ്യായം 44 വാക്യം 22. വാക്യം 22. എനിക്ക് ശേഷം ദയവായി ആവർത്തിക്കുക. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്കും ദൈവത്തിനുമിടയിൽ ഒരു കനത്ത മേഘം പോലെ കെട്ടിപ്പടുത്തി എന്നാണ്. ഇത് ദൈവമാണെന്നും ഇത് മനുഷ്യനാണെന്നും നമുക്ക് പറയാം. അവനൊരു പാപിയാണ്. ഈ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ ദൈവസന്നിധിയിൽ പോയിരിക്കുന്നു. അവയിൽ പലതും കനത്ത മേഘം പോലെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ അതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിലും അവൻ ദൈവത്തിനെതിരെ വലിയ പാപങ്ങൾ ചെയ്യുന്നു. ഒരു ദിവസം പോലും ഒരു നുണ പറഞ്ഞേക്കാം, അയാൾക്ക് ദേഷ്യം വന്നേക്കാം. നിങ്ങൾ ആ പാപങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ അവയിൽ പലതും ഒരു മേഘം പോലെയാകുന്നു, കട്ടിയുള്ള മേഘം പോലെ കെട്ടിപ്പടുക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ദൈവം എന്താണ് പറഞ്ഞത്? ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾ പൊതുവെ വിചാരിക്കുന്നത് തങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ക്ഷമിക്കപ്പെടുമെന്നാണ്. പശ്ചാത്താപം തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുകയും വിലപിക്കുകയും തങ്ങളോട് ക്ഷമിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന കാര്യമാണെന്നാണ് അവർ കരുതുന്നത്. ഇത് പശ്ചാത്താപത്തിൻ്റെ ഒരു രൂപമായിരിക്കാം എന്നത് ശരിയാണ്. എന്നാൽ ഇത് ഏകദേശം 1% മാത്രമാണ്. മാനസാന്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. പശ്ചാത്താപം എന്നത് ദൈവത്തോട് പുറം തിരിഞ്ഞു നിന്ന ഒരു വ്യക്തി വീണ്ടും പൂർണ്ണമായി പിന്തിരിഞ്ഞ് ദൈവത്തിന് മുന്നേ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ അത് പറയുന്നു, എങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുക, എങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുക എന്നാൽ പശ്ചാത്തപിക്കുക എന്നർത്ഥം. തിരിഞ്ഞുകൊള്ളുക എന്നാൽ നാം അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്നാണോ ഇതിനർത്ഥം? അതോ അവൻ ഇതിനകം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചുവെന്നും അതിനാൽ അവനിലേക്ക് മടങ്ങുവാൻ അവൻ നമ്മോട് പറയുന്നുവെന്നുമാണ് അർത്ഥമാക്കുന്നത്? ഇത് നോക്കുക, ഇവിടെയുള്ള ഈ പാപി ദൈവത്തിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ അടുക്കൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവൻ തിരിഞ്ഞു. എന്നാൽ അവൻ ദൈവത്തിലേക്ക് തിരിയുവാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ പാപം വഴിയെ പൂർണ്ണമായി തടയുന്നതായി അവൻ കണ്ടെത്തുന്നു. അയാൾക്ക് കൂടുതൽ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. അവന് ദൈവത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. അവന് ഈ പാപമെല്ലാം ഉണ്ട്. പിന്നെ എങ്ങനെ അവന് ദൈവത്തിനെങ്കിലേക്ക് കടന്നു പോകാൻ കഴിയും? അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ തങ്ങളുടെ പാപനിമിത്തം കരയുകയും വിലപിക്കുകയും ദൈവത്തോട് ക്ഷമിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനർത്ഥം അവർ ദൈവത്തിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. അവർ ദൈവത്തിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അതിനർത്ഥം അവർ അവനിലേക്ക് മടങ്ങി എന്നല്ല. എന്നാൽ ദൈവം ഈ മനുഷ്യനെ നോക്കുമ്പോൾ അവിടെ ഖുവാൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ട്. അവൻ എന്നിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവൻ്റെ പാപങ്ങൾ നിമിത്തം അവന് വരുവാൻ കഴിയുന്നില്ല. അതിനാൽ ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ഈ പാപം മുഴുവനും സ്വയം ഏറ്റെടുത്തു, കുരിശിൽ മരിച്ചു. അതിനാൽ ഈ പാപങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. അവയെല്ലാം ഒഴുകിപ്പോയി. അതുകൊണ്ട് ദൈവം ഈ മനുഷ്യനോട് അരുളി ചെയ്യുന്നു, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കും. നീ എന്നിലേക്ക് മടങ്ങുക. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരാകും. അതാണ് മാനസാന്തരം. ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്കുള്ള ഒരു മടക്കമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, അതുകൊണ്ട് ദൈവം എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നുവല്ലോ, നന്ദി കർത്താവേ. അതാണ് മാനസാന്തരം. പക്ഷേ ഇതെല്ലാം ഒരു പടി കൂടി മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇപ്പോൾ പോലും നാം പാപങ്ങൾ ചെയ്യുന്നു. ഭാവിയിൽ പാപങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ പാപങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും?
ഇവിടെ പറയുന്നു, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെ, മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു. എന്നാൽ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുന്നു. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ പൂർണ്ണമായി നീക്കപ്പെട്ടു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതാൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. എനിക്കിത് മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ടാണത്? കാരണം ഞാൻ പാപം ചെയ്യുന്നത് തുടരുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അവസാനം ഞാൻ പുറത്തേക്ക് പോവുകയും ആരെങ്കിലും എന്നെ അസ്വസ്ഥനാക്കുന്ന മോശം പാപം കാണിക്കുകയും ചെയ്താൽ ഞാൻ ഒരുപക്ഷെ ദേഷ്യപ്പെടും. അതും പാപമാണ്. പാപം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തുളച്ചു കയറുന്നു. എൻ്റെ പാപം എങ്ങനെ മായ്ച്ചു കളയും? ഇതാണ് ചോദ്യം. തങ്ങളുടെ പാപം തുടച്ചു നീക്കപ്പെടുമെന്ന ഈ തത്വം അവർ മനസ്സിലാക്കാത്തതിനാൽ ആളുകൾ അവരുടെ ഹൃദയത്തിൽ ഭയപ്പെടുന്നു. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് മിസ്റ്റർ ബ്രൗൺ, ഇത് മിസ്റ്റർ സ്മിത്ത്. മിസ്റ്റർ ബ്രൗൺ മിസ്റ്റർ സ്മിത്തിനെതിരെ പാപം ചെയ്തു. മിസ്റ്റർ ബ്രൗൺ മിസ്റ്റർ സ്മിത്തിനെതിരെ പാപം ചെയ്തു. അത് വളരെ വലിയ പാപമല്ല. പിന്നെ ഇവിടെ നമുക്ക് മിസ്റ്റർ ജോൺസ് ഉണ്ട്. ഒരു ദിവസം മിസ്റ്റർ ബ്രൗൺ മിസ്റ്റർ ജോൺസിൻ്റെ അടുത്ത് ചെന്ന് മിസ്റ്റർ സ്മിത്തിനെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പറയുന്നു, മിസ്റ്റർ സ്മിത്ത് ഒരു മോശം മനുഷ്യനാണ്. അപ്പോൾ മിസ്റ്റർ ജോൺ സ്മിത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു, മിസ്റ്റർ ബ്രൗൺ നിങ്ങളെക്കുറിച്ച് എല്ലാത്തരം മോശമായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ നീ ചെയ്തതാണോ? അതുകൊണ്ട് മിസ്റ്റർ സ്മിത്ത് ദേഷ്യപ്പെടുന്നു. എന്ത്? അവൻ എന്താണ് പറഞ്ഞത്? ആ നീചൻ! മിസ്റ്റർ സ്മിത്തിൻ്റെ ഹൃദയത്തിൽ മിസ്റ്റർ ബ്രൗൺ ഒരു നീചനായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവം ചിന്തിക്കുക. മിസ്റ്റർ ബ്രൗണിൻ്റെ പാപം എവിടെ പോയി? മിസ്റ്റർ ബ്രൗണിൻ്റെ മോശം സംസാരം മിസ്റ്റർ സ്മിത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു. അവൻ്റെ ഹൃദയത്തിൽ മിസ്റ്റർ ബ്രൗൺ ഒരു നീചനായി മാറിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മിസ്റ്റർ ബ്രൗൺ മിസ്റ്റർ സ്മിത്തിനെ കണ്ടുമുട്ടുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ മിസ്റ്റർ സ്മിത്തിനോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണുള്ളത്? ബിസിനസ് നന്നായി നടക്കുന്നുണ്ടോ? എന്നാൽ മിസ്റ്റർ സ്മിത്ത് കഷ്ടിച്ച് ഉത്തരം പറയുകയും മിസ്റ്റർ ബ്രൗണിന് ഒരു വിചിത്രമായി നോക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ മിസ്റ്റർ ബ്രൗൺ ഇതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവം ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് മിസ്റ്റർ സ്മിത്ത് ഇങ്ങനെ എന്നോട് പെരുമാറിയത്? എന്തുകൊണ്ടാണ് അവൻ എന്നെ അറിയാത്തതുപോലെ പെരുമാറിയത്? പിന്നെ എന്തിനാണ് ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ കഷ്ടിച്ച ഒരക്ഷരം ഉണ്ടാതിരുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മിസ്റ്റർ ജോൺസുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം മിസ്റ്റർ സ്മിത്തിനെക്കുറിച്ച് മോശമായി ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞെന്ന് മിസ്റ്റർ ജോൺസ് അവനോട് പറഞ്ഞതായി തോന്നുന്നു. അവൻ ഇത് ഓർക്കുന്നു. അതിനാൽ അവൻ മിസ്റ്റർ സ്മിത്തിനെ കാണുവാൻ പോകുന്നു. മിസ്റ്റർ സ്മിത്ത്, ഞാനത് ചെയ്യുവാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കൂ. ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. മിസ്റ്റർ ബ്രൗണിൻ്റെ പ്രശ്നം ഈ വിധത്തിൽ ക്ഷമ ചോദിക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടുമോ? അത് പരിഹരിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാപം ചെയ്യുന്ന ഒരാൾക്ക് തൻ്റെ പാപത്തിൻ്റെ പ്രശ്നം സ്വയമായി പരിഹരിക്കുവാൻ കഴിയുകയില്ല എന്നതാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ പാപത്തിൻ്റെ പ്രശ്നം സ്വയം പരിഹരിക്കുവാൻ കഴിയുകയില്ല. മറ്റൊരാൾ ഈ പ്രശ്നം പരിഹരിക്കണം. മിസ്റ്റർ ബ്രൗൺ എങ്ങനെയാണ് തൻ്റെ പാപത്തിൽ നിന്ന് മുക്തി നേടുന്നത്? അവൻ രണ്ടാമത് മിസ്റ്റർ സ്മിത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു, മിസ്റ്റർ സ്മിത്ത്, എനിക്ക് എങ്ങനെ ഇങ്ങനെ തുടരുവാനാകും? എന്നോട് ക്ഷമിക്കൂ. ഇത്തവണ മിസ്റ്റർ സ്മിത്ത് പറയുന്നു, എന്നാൽ മിസ്റ്റർ ബ്രൗൺ, ഞാൻ അതെല്ലാം മറന്നു. അതെല്ലാം ഞാൻ മനസ്സിൽ നിന്ന് മറന്നു. ഞാൻ ഇതിനകം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് മിസ്റ്റർ സ്മിത്ത് ഇനി മിസ്റ്റർ ബ്രൗണിനെ ഒരു നീചനായി ഇനി കരുതുന്നില്ല. അപ്പോൾ മിസ്റ്റർ ബ്രൗണിൻ്റെ പാപം അപ്രത്യക്ഷമായോ അതോ ഇല്ലേ? പാപം ചെയ്ത വ്യക്തിയുടെ ഹൃദയത്തിൽ ക്ഷമിക്കപ്പെടുമ്പോൾ ഒരു പാപം നീങ്ങുന്നു. നിങ്ങളുടെ പാപത്തിൽ നിന്ന് മുക്തി നേടുവാനുള്ള വഴി ഇതാണ്. ദൈവത്തിന് മുന്നിൽ കരഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല. ആളുകൾ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നതിനാൽ പാപങ്ങൾ മായ്ക്കപ്പെടുന്നില്ല. ദൈവം നിങ്ങളുടെ പാപങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു പാപ സ്വഭാവമുണ്ട്. ആ പാപ സ്വഭാവം നിങ്ങൾ മരിക്കുന്ന ദിവസം വരെ നിങ്ങളോടൊപ്പമുണ്ടാകും. പക്ഷേ
ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നാം ചെയ്ത പാപങ്ങളും നമ്മുടെ ഉള്ളിലെ പാപ സ്വഭാവമെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ പാപം അപ്രത്യക്ഷമായി എന്ന് നമുക്ക് പറയാം. ആ പാപം എവിടെ നിന്ന് അപ്രത്യക്ഷമായി? എൻ്റെ ഉള്ളിൽ നിന്നല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതിനാൽ നമുക്കിത് ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അതായത് നിന്നെ രക്ഷിച്ചു. ഇവിടെ എന്താണ് പറയുന്നത് നോക്കൂ. ബൈബിളിലെ ഈ വാക്കുകൾ നോക്കുക. ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവം ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? അതോ നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായി പരിഹരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ടോ? അതോ അവൻ ഇപ്പോഴും നിങ്ങളോട് പക പുലർത്തുന്നുണ്ടോ? അതിനാൽ നിങ്ങളുടെ പാപത്തിൻ്റെ പ്രശ്നം ദൈവവചനത്തിലൂടെ പരിഹരിക്കപ്പെടുന്നു. അങ്ങനെയാണ് ദൈവവചനത്തിലൂടെ നാം രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. ഒരിക്കൽ നിങ്ങൾ അവൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം അവസാനിക്കും. നമുക്ക് യെശയ്യാവ് 1-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. യെശയ്യാവ് 1. പതിനെട്ടാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. യെശയ്യാവ് 1 അതിൻ്റെ 18-ാം വാക്യം. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ നിങ്ങൾ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ് അരുളി ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഇപ്പോൾ ദൈവവചനം അനുസരിക്കുകയാണോ അതോ നിരസിക്കുകയാണോ ചെയ്യുന്നത്? അത് ഒന്നോ അതോ രണ്ടാമത്തേതായിരിക്കും. നിങ്ങൾ അതനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും കൃപ പ്രാപിക്കുകയും ചെയ്യും. നിങ്ങളത് നിരസിച്ചാൽ നിങ്ങൾ വാളിനിരയായിത്തീരും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നശിപ്പിക്കപ്പെടും. ഇവിടെ പറയുന്നത് നോക്കൂ. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിന്റെ പാപത്തിൻ്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം എന്ന് ദൈവം പറയുന്നു. ദൈവം ഇവിടെ സംസാരിക്കുന്നു. നിങ്ങളുടെ പാപത്തിൻ്റെ കാര്യം ദൈവവുമായി ചർച്ച ചെയ്യുവാൻ ഈ വാക്കുകൾ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പ് പോലെയാണെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഗുരുതരമായ പാപങ്ങളെയാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. ഇവിടെ നോക്കുക. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ ഹിമം പോലെയും പഞ്ഞു പോലെയും വെളുത്തിരിക്കുന്നു, പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പൊടിയുടെ വലിപ്പം പോലുമില്ലാത്ത ഏറ്റവും ചെറിയ പാപം പോലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവൻ നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പാപങ്ങൾ കഴുകി ഹിമം പോലെയും പഞ്ഞി പോലെയും വെളുത്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ദൈവവചനം അനുസരിക്കുകയാണോ അതോ നിരസിക്കുകയാണോ എന്നാണ് ചോദ്യം. നിരസിക്കുക എന്നതിനർത്ഥം സംശയിക്കുക എന്നതാണ്. സംശയിക്കുന്നത് ദൈവവചനം നിരസിക്കുന്നതിന് തുല്യമാണ്.
നിങ്ങൾ സ്വയം പറയുമ്പോൾ ഇത് ശരിക്കും സത്യമാണോ, എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. എപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ തല കുലുക്കി എനിക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് ദൈവവചനം നിരസിക്കുന്നത്. പിന്നെ എന്താണത് അനുസരിക്കുന്നത്? അവൻ നമ്മുടെ പാപങ്ങൾ കഴുകി ഹിമം പോലെയും പഞ്ഞി പോലെയും ആക്കി തീർത്തു, അങ്ങനെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ വാക്കുകൾ അനുസരിക്കുന്നതും അംഗീകരിക്കുന്നതും കാര്യമാണിത്. ഈ വാക്കുകൾ നിലകൊള്ളുന്നത് പോലെ സ്വീകരിക്കുക. ദൈവവചനം പറയുന്നത് പോലെ മാത്രം വിശ്വസിക്കുക. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നത് അവൻ്റെ വചനം അനുസരിക്കുന്നതാണ്. സുവിശേഷം അനുസരിക്കണം. ദൈവവചനം അനുസരിക്കണം. അതിനാൽ നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നോക്കിയാൽ അത് ദൈവകൽപ്പന നിത്യജീവനാണെന്നാണ് പറയുന്നതായി നിങ്ങൾ കണ്ടെത്തും. എന്തുകൊണ്ടാണത്? കാരണം നിങ്ങൾ അവൻ്റെ കൽപ്പന അനുസരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. എന്നാൽ വിശ്വസിക്കാതിരുന്നാൽ ദൈവവചനത്തെ ധിക്കരിക്കുന്നതാണ്. അത് സംശയമാണ്. അങ്ങനെ ചെയ്താൽ നാശത്തിലേക്ക് പോകുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് യെശയ്യാവ് 38 തിരിക്കാം. യെശയ്യാവ് 38 17-ാം വാക്യം. യെശയ്യാവ് 38 17-ാം വാക്യം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. ആത്മാവിൻ്റെ രക്ഷ കണ്ടെത്തുന്നതിനായി നമ്മളിപ്പോൾ ബൈബിൾ വായിക്കുന്നു. നിങ്ങൾ ആത്മാവിൻ്റെ രക്ഷ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശാരീരികമായി എന്തെങ്കിലും അനുഭവിക്കാൻ ശ്രദ്ധിക്കരുത്. അത് കാര്യങ്ങൾ കലർത്തുകയാണ്. ജഡവും ആത്മാവും വ്യത്യസ്തമാണ്. രക്ഷയിൽ ശാരീരികമായി എന്തെങ്കിലും അനുഭവപ്പെടുന്നത് ഉൾപ്പെടുന്നില്ല. അതിൽ ചില ശാരീരിക വികാരങ്ങൾ ഉൾപ്പെടുന്നില്ല. കാരണം ബൈബിളിലെ വചനങ്ങളിലുള്ള വിശ്വാസത്തെല്ലാം രക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ആത്മാവാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. മനസ്സാക്ഷിയിൽ അനുഭവിച്ച വേദനയാണ് കയ്പ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി തൻ്റെ പാപനിമിത്തം തൻ്റെ മനസ്സാക്ഷിയിൽ ഈ പീഡനം അനുഭവിക്കുമ്പോൾ അത് അയാൾക്ക് സമാധാനം ലഭിക്കുവാൻ വേണ്ടിയാണ്. മനസ്സാക്ഷിയിൽ ഇത്തരമൊരു പീഡനം അനുഭവിച്ചവരും എന്നാൽ ഇന്ന് ഇവിടെ ഹൃദയങ്ങളിൽ സമാധാനം കണ്ടെത്തിയവരും ഉണ്ടായിരിക്കാം. എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് ആത്മാവാണ്. ശരീരം ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് വിവിക്കപ്പെട്ട ആത്മാവാണ്. ഒരു വ്യക്തി ക്ഷമിക്കപ്പെട്ടുവെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും അവൻ്റെ പാപത്തിൻ്റെ പ്രശ്നം അവൻ്റെ മനസ്സാക്ഷിയിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് ആത്മാവിൻ്റെ രക്ഷയാണ്. മനസ്സാക്ഷിയിൽ പാപത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോഴാണ്. എന്തുകൊണ്ടാണത്? കാരണം യേശുവിൻ്റെ രക്തത്താൽ പാപം തുടച്ചു നീക്കപ്പെട്ടു. ഇപ്പോൾ എനിക്ക് ശേഷം ആവർത്തിക്കുക, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നോക്കൂ. ഇവിടെ 10 പാപങ്ങളുണ്ട്. 1 2 3 4 5 6 7 8 10 പാപങ്ങൾ. ദൈവം എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാം ക്ഷമിച്ചു. എല്ലാം ക്ഷമിച്ചോ? ഇവിടെ 1 മാത്രം ശേഷിച്ചിരിക്കുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടില്ലല്ലോ. എന്നാൽ ബൈബിൾ പറയുന്നു എല്ലാ പാപങ്ങളും. അങ്ങനെയെങ്കിൽ ഒരെണ്ണം പോലും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. എനിക്ക് ശേഷം വീണ്ടും ആവർത്തിക്കുക, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ എൻ്റെ എല്ലാ പാപങ്ങളും തൻ്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ആ പാപങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ പാപങ്ങൾ ഒന്നും ബാക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല അല്ലേ? ഇതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അത് അസാധ്യമാണ്.
ഒരു പാപം പോലും അവശേഷിപ്പിക്കുന്നത് അസാധ്യമാണ്. ഇനി നമുക്ക് പുതിയ നിയമത്തിലെ റോമ പുസ്തകത്തിലേക്ക് തിരിക്കാം. റോമാലേഖനം 5-ാം അധ്യായം. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. എനിക്ക് ശേഷം ആവർത്തിക്കുക. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം പാപികളായിരിക്കെ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ വ്യക്തമായ തെളിവുകൾ നമുക്ക് നൽകി. ഇത് വളരെ വ്യക്തവും തീർത്തും ഉറപ്പുമുള്ള കാര്യമാണ്. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന ബൈബിളിലെ വ്യക്തമായ തെളിവെന്താണ്? നിങ്ങളത് ബൈബിളിൽ വായിച്ചു, എങ്കിലും നിങ്ങൾക്കറിയുന്നില്ലേ? എനിക്ക് ശേഷം വീണ്ടും ആവർത്തിക്കുക. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. യേശു നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. ഇനി നമുക്ക് 1 യോഹന്നാൻ അധ്യായം 4 തിരിക്കാം. യോഹന്നാൻ അധ്യായം 4. ഇത് പുതിയ നിയമത്തിലാണ്. ഒമ്പതും 10 വാക്യങ്ങൾ. 1 യോഹന്നാൻ അധ്യായം 4 വാക്യം 9, 10. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇവിടെ പറയുന്നത് നോക്കൂ. ദൈവം തൻ്റെ ഏകജാതന പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി, നമുക്കായി യാഗമായി തീർന്നു. ഇങ്ങനെയാണ് ദൈവം തൻ്റെ സ്നേഹം നമ്മോട് കാണിച്ചത്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഈ സത്യം വിശ്വസിക്കുന്നത് ദൈവ സ്നേഹം സ്വീകരിക്കുന്നതിന് തുല്യമാണ്. കൂടാതെ ഇത് സൗജന്യവുമാണ്. ഇത് സൗജന്യമാണ്. ബൈബിളിൽ നിന്ന് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ അധ്യായം 2. 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം വാക്യം. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. അവൻ ഇവിടെ എന്ന് പറയുന്നത് യേശുവാണ്. നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്ത യാഗമാണ് യേശു. നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം ദൈവത്തോട് ശത്രുതയിലായിരുന്നു. എന്നാൽ യേശു നമ്മുടെ പാപങ്ങൾ നീക്കിയ പാപപരിഹാര ബലിയായി. എന്നാൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അത് പറയുന്നു നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. ഇവിടെ നോക്കുക, നമ്മുടേതെന്ന് പറയുമ്പോൾ ഇത് രക്ഷിക്കപ്പെട്ട ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ യേശു മരിച്ചത് രക്ഷിക്കപ്പെട്ടവരുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുഴുവൻ ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടിയാണ്. അതിനാൽ ഇന്ന് ഇവിടെ ഇല്ലാത്ത എല്ലാ ആളുകളും ഇതിൽ ഉൾപ്പെടുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇതുവരെ വിശ്വസിക്കാത്തവർ, ഇപ്പോൾ തെരുവുകളിൽ ആളുകൾ,
അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നവർ, ബാറുകളിൽ മദ്യപിക്കുന്ന ആളുകൾ, ആ മനുഷ്യരുടെ പാപങ്ങൾ എന്തായി തീർന്നു? അങ്ങനെ എല്ലാ മനുഷ്യരുടെ പാപങ്ങളും അല്ലേ? എന്നാൽ ഈ വസ്തുത ജനങ്ങൾക്കറിയില്ല. സത്യമാണ്. അവർ ഇത് മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ അത് എത്ര മഹത്വകരമായിരിക്കും. പാപമോചനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഓ ഞാൻ കാണുന്നു, നന്ദി കർത്താവേ, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ലോകത്തിലുള്ള അനേകം ആളുകൾക്ക് ദൈവം പാപമോചനം നൽകിയിട്ടുണ്ട്. പക്ഷേ അവർ ദയനീയമായ അജ്ഞതയിലാണ് ജീവിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുകയാണെങ്കിൽ, ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും സ്വയം തൊണ്ടയിൽ പിടിച്ച് സ്വയം പറയുന്നു, എനിക്ക് രക്ഷ ലഭിക്കരുത്. അത് ഭയങ്കരമായിരിക്കും. ഈ വിധത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ നിങ്ങൾ ദയനീയമായ അവസ്ഥയിലാണ്. സുവിശേഷത്തെക്കുറിച്ച് അറിയേണ്ടതിൻ്റെ പകുതി പോലും ഞാൻ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. നാളെ എല്ലാം അതിൻ്റെ അന്തിമ നിഗമനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ, ദൈവമേ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ധൂർത്തപുത്രനെ പോലെ ഞങ്ങൾ പാപത്തിൻ്റെ പാതയിലൂടെ നടന്നു. ഞങ്ങൾ ലോകത്തെ സ്നേഹിക്കുകയും ലോകവുമായി ചങ്ങാത്തം കൂടുകയും ചെയ്തു. വ്യഭിചാരിണിയെ പോലെ ഞങ്ങൾ ലോകത്തെ സ്നേഹിച്ചു. പിതാവേ, ഞങ്ങൾ നിന്നോട് പുറംതിരിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നയിച്ചിരുന്നത്. എന്നാൽ ഞങ്ങൾ അങ്ങിലേക്ക് മടങ്ങുന്നതിന് മുമ്പ്, ഞങ്ങൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് അങ്ങ് ഇതിനകം ഞങ്ങളെ സ്നേഹിക്കുകയും വളരെ കാലമായി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നിൻ്റെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് പിതാവും ദൈവവുമാണല്ലോ. ഞങ്ങൾ ഇതറിയേണ്ടതിന് അങ്ങ് അങ്ങയുടെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ്റെ രക്തം ചൊരിയുന്നതിലൂടെ അവ ഞങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും വില നൽകി ഞങ്ങളെ രക്ഷിച്ചു. ഇതിനായി ഞങ്ങൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. കർത്താവ് തൻ്റെ രക്തം ചൊരിയുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തു. എന്നാൽ ഈ വസ്തുത അറിയാത്ത, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന, കർത്താവിനെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന പീഡിതരായ ധാരാളം ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങിൽ അവരുടെ പാപങ്ങൾ ഒരിക്കൽ എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്ന് അറിയുന്നില്ല. കർത്താവേ, ഈ വാർത്ത വിവേചനരഹിതമായി എല്ലാവരോടും അറിയിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനം പഠിക്കുകയാണ്. ഈ സമയത്ത് ഈ സത്യം അറിയാത്ത ചില ആളുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ അങ്ങയുടെ വാക്ക് കേൾക്കുമ്പോൾ, ഈ സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നതിൽ ഞങ്ങൾ അങ്ങേക്ക് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. എന്നാൽ അങ്ങയുടെ വിലയേറിയ വചനത്തിലൂടെ ഞങ്ങളോട് പറയുവാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. അതിനാൽ ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ അവസാനം വരെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് തുടരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവയെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.